മനുഷ്യരെയൊക്കെ ഒന്ന് പരിചയപ്പെടുക. അറിയത്തില്ലെങ്കിൽ ഒരാളെയെങ്കിലും ഇന്ന് പരിചയപ്പെട്ടിട്ടേ പോകാവൂ. ആ ആളെ ഒന്ന് ഓർക്കുക, പ്രാർത്ഥിക്കുക. അതൊക്കെ ഒരു സന്തോഷമാണ്. നമ്മുടെ ഈ കൂട്ടായ്മകളുടെ പ്രധാന ഉദ്ദേശം തിരുവചന കേൾവി മാത്രമല്ല, നമ്മൾ ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മയാണ്. കൂട്ടായ്മയുടെ വലിയൊരു മഹത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ദൈവമക്കൾ ഇവിടെ ഈ രാജ്യത്ത് നിങ്ങൾ കൂട്ടായ്മയ്ക്കായിട്ട് ഒരുമിക്കുന്നത് വലിയ സന്തോഷമാണ്. അതാണ് അതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. സഭ എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, സഭ. എനിക്കൊരു ചോദ്യം, വർക്ക്ഷോപ്പാണോ ഷോറൂമാണോ? സഭ വർക്ക്ഷോപ്പാണോ ഷോറൂമാണോ? വർക്ക്ഷോപ്പാണോ ഷോറൂമാണോ? ഷോറൂമാണെന്നുള്ളവരൊന്ന് കൈപൊക്കിക്ക്. സഭ ഷോറൂം, എല്ലാം തികഞ്ഞ പ്രൈസ് ദി ലോർഡ്, ഭയങ്കര ഭക്തർ, അതാണോ സഭ? അല്ല. ഈ വർക്ക്ഷോപ്പിൽ ചെന്ന്, ഷോറൂമിൽ അടിപൊളി വണ്ടികളാണ് വന്നിരിക്കുക, കണ്ണാടി കൂടെ കാണാം. പക്ഷേ വർക്ക്ഷോപ്പിൽ ചെന്നാൽ കാണാം കെട്ടി വലിച്ചത് കിടപ്പുണ്ട്, മോന്തയില്ലാത്ത കിടപ്പുണ്ട്, ചെയ്സ് ഒടിഞ്ഞത് കിടപ്പുണ്ട്. എല്ലാം കിടക്കുന്നത് എവിടാ? വർക്ക്ഷോപ്പില്ല. കുറേ കഴിയുമ്പം പണി തിറക്കും. സഭ വർക്ക്ഷോപ്പാണ്. ഈ തകർന്നവരെ എല്ലാം ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒന്നാണ് പുതിയ നിയമസഭ എന്ന് പറയും. അതാണ് സഭ, അതാണ് സഭ. കരങ്ങളടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത്. അതാണ് സഭ, അതാണ് സഭ. തെറ്റിദ്ധരിക്കരുതേ, എന്നെ നല്ല അർത്ഥത്തിലേ എടുക്കാവൂ. സോറി പറയേണ്ടടുത്ത് പിള്ളേരോടാണെങ്കിലും എന്ത് പറയണം? സോറി പറയണം. ക്ഷമയുടെ ഒരു നിയമം കർത്താവ് അവിടെ നമുക്ക് വേണ്ടി ആക്കുകയാണ്. മനുഷ്യർ ക്ഷമയില്ലാത്തവർ. ഞാൻ സാധാരണ കുടുംബ സദസ്സുകളിൽ പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്ന ഒരു ഉദാഹരണം. അച്ചായൻ രാവിലെ ജോലിക്ക് പോകാനിരിക്കുക, അമ്മാമ്മയ്ക്കും തിരക്കിട്ട് പോകണം. പക്ഷേ പുള്ളി രാവിലെ എഴുന്നേറ്റ് പത്രമൊക്കെ ആയിട്ടിരിക്കുക. അവർക്ക് നാട്ടിൻപുറത്തെ അച്ചായന്മാർക്കൊരു കുഴപ്പമുണ്ട്. അവർക്ക് രാവിലെ എല്ലാം നടക്കുന്നതിന് മുമ്പ് എന്തോ കിട്ടണം? പത്രം കിട്ടണം. ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറി, ഇപ്പോൾ എല്ലാം വാട്സപ്പായി. അപ്പം പത്രമൊക്കെ നോക്കിയിരുന്ന് സമയം പോയപ്പോഴാണ് പുള്ളി ചാടി കുളിക്കാൻ കയറിയത്. കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പം കാണുന്ന തോർത്തണ്ടേ. പുള്ളി അവിടെ കിടന്നുകൊണ്ട് അലച്ചു, എടിയേ എന്താ തോർത്ത്? എടി അങ്ങേ അറ്റത്ത് അടുക്കളയിൽ നിന്ന് ദോശ ഇടുക. എടിയെ തോർത്ത് കേട്ടില്ല, എന്തോ കേട്ടു? എടിയേ കേട്ടു. മലയാളിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ വിളിക്കാൻ? എടിയെ വിളിക്കാൻ. ഞങ്ങളുടെ ഒരു ഉപദേശി, നടന്ന സംഭവം, കഥയല്ലത്, നടന്ന കാര്യമാണ്. ഉപദേശി അച്ചായൻ്റെ വീട്ടിലൊരു സായിപ്പ് വന്ന് താമസിച്ചു. അപ്പോൾ ഉപദേശി സായിപ്പ് എപ്പോഴും കേൾക്കുകയാണ് നമ്മുടെ അച്ചായൻ ഭാര്യയെ വിളിക്കുന്നു, എടിയേയ് എടിയേയ് എടിയേയ്. സായിപ്പ് പോരാൻ നേരത്ത് ചോദിച്ചു, പാസ്റ്റർ ജി, യു ആർ ഓൾവേസ് കോളിങ് യുവർ വൈഫ് എഡി, ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എഡി? അച്ചായൻ ആരാ മോൻ എന്നറിയാമോ? പാസ്റ്റർ അച്ചായൻ പറഞ്ഞു, യു പീപ്പിൾ ഓൾവേസ് കോൾ ഹണി ആൻഡ് യുവർ ഹണി ഈസ് അവർ. യു പീപ്പിൾ ഓൾവേസ് കോൾ ഹണി ആൻഡ് യുവർ ഹണി ഈസ് അവർ എഡി. ഏതായാലും എടിയേ വിളിച്ചു. എടി അങ്ങേ അറ്റത്ത് നിൽക്കുകയല്ലേ. എടി വന്നു ഓടി ദോശ കിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാളിങ്ങനെ കഥക് തുറന്ന് നിൽക്കുക, പാതി തല തോർത്തില്ലല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, എടി അതിങ്ങോട്ട് താടി, എടി അതിങ്ങോട്ട് തരാൻ, എടി അതിങ്ങോട്ട് താടി. ഇവിടെ എന്ത് ചോദിച്ചു? എന്തോ മനുഷ്യ, എടി അതിങ്ങോട്ട് താടി. അപ്പോൾ ഇവിടെ കൈ ചട്ടുകൊണ്ടായിരുന്നു, ദോശ കിട്ടണം. അപ്പോൾ ഇവള് ചോദിച്ചു, ഇതാണോ മനുഷ്യ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ലെങ്കിലും നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൾ പറഞ്ഞു, വല്ലതും പറയാനുണ്ടെ എന്നെ പറഞ്ഞോണം, പക്ഷേ എൻ്റെ വീട്ടുകാരെ എന്ത് ചെയ്യരുത്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആരെ പറയണം? പിള്ളേർക്കറിയാവോ? നമ്മൾ ചിലപ്പം ദേഷ്യം വരും പറയുന്നത്, കൂടുതൽ എന്നോട് പറയണ്ട, നീ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഈ പള്ളിയിൽ പോയി പറയാൻ പറയുന്നത് എന്തിനാ? അച്ഛനോടാ? അല്ല. അപ്പനെ അടക്കിയേക്കുന്ന എവിടാ? വല്യപ്പൻ കിടക്കുന്ന എവിടാ? ഒരു 3-4 തന്തയ്ക്ക് ഒറ്റയടിക്ക് വിളിക്കുന്നതിൻ്റെ പേരാണ്. ഇനി ഇത് പഠിച്ചിട്ട് പോയി പറയല്ലേ. ക്ഷമയുടെ നിയമോ, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്ന്. അപ്പം അപ്പന്മാരെല്ലാം കിടക്കുന്ന എവിടാ? പള്ളിയിലല്ലേ. അപ്പം ഇവള് പറഞ്ഞു, വല്ലതും പറയാനുണ്ട് എന്നെ പറഞ്ഞോണം, പക്ഷെ ആരെ പറയല്ലേ? വീട്ടുകാരെ പറയല്ലേ. അപ്പോൾ ഇവള് ചോദിച്ചു, പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? ഇവൾ ആ ചട്ടുകം പിടിച്ചോണ്ട് പറഞ്ഞു, നിങ്ങളുടെ തള്ളയുടെ വിശേഷം എന്നെ കൊണ്ട് കൂടുതലൊന്നും എന്ത് ചെയ്യരുത്, വായിപ്പിക്കരുത്. കഴിക്കാൻ വന്നപ്പം കരിഞ്ഞ ദോശ എടുക്കേ ഒരേറ്, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ആ പിണക്ക് എത്ര ദിവസം നിൽക്കും? ആ പിണക്ക് എത്ര ദിവസം നിൽക്കും? മിനിമം പറഞ്ഞു 2 ദിവസമോ? എന്ത് എളുപ്പമായിരുന്നു. ഇത്രയും പറഞ്ഞ ആ പിണക്കം തീരാൻ എത്ര ദിവസം എടുക്കും?
സഹോദരിമാർ തന്നെ പറ, എത്ര ദിവസം എടുക്കും? ഏറ്റവും കൂടുതൽ പിണങ്ങിയിരിക്കുന്നത് സഹോദരന്മാരാണോ സഹോദരിമാരാണോ? സമ്മതിച്ചേ? ഞങ്ങൾ സഹോദരന്മാർ പറഞ്ഞ നിങ്ങൾ തന്നെ പറയത്തില്ല, മനുഷ്യ ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ നിങ്ങളിങ്ങനെ എന്ത് ചെയ്യരുത് പറയുമോ ഇല്ലയോ? പറയത്തില്ലേ? അപ്പം ഒരു ദിവസം ഒരു അച്ചായനെ ഈ സഹോദരി എന്ത് ചെയ്താൽ മിണ്ടുന്നില്ല. പുള്ളി അങ്ങ് മട്ടുത്ത് ഇവിടെ പുറകെ നടന്നിട്ട് മിണ്ടുന്നില്ല. ഒടുവിൽ അവളെ മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇയാളൊരു കാര്യം ചെയ്തു. അയാൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. അയാൾ അവസാനം മെത്ത പൊക്കി തപ്പി, മേശയുടെ ഡ്രോ തുറന്ന് തപ്പി, അലമാരി മുഴുവൻ തുറന്ന് തപ്പി, കട്ടിൻ്റെ കീഴെ കയറി തപ്പി, തട്ടുംപുറത്ത് കയറി തപ്പി, തപ്പോട് തപ്പ. ഇവക്കൊരു പിടിയും കിട്ടുന്നില്ല അയാളെന്തോ തപ്പുന്നു. ഒടുവിൽ ഗതികെട്ട് സഹികെട്ട് അവൾ അയാളോട് ചോദിച്ചു, മനുഷ്യ അങ്ങ് പറ, എന്തോ ഈ തപ്പുന്നേ? അയാൾ പറഞ്ഞു, കെട്ടിപ്പോയി, നിന്റെ നാക്ക് തപ്പിയതാണ്. ഇവിടെ കർത്താവ് ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിധിക്കുവാൻ, അതുകൊണ്ടാണ് വിധിക്കുന്ന വിധിയാൽ നിങ്ങൾ എന്ത് ചെയ്യപ്പെടും? വിധിക്കപ്പെടും എന്ന് കർത്താവ് പറയുക. ക്ഷമയുടെ ഒരു നിയമം, ക്ഷമയുടെ ഒരു നിയമം കർത്താവ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ക്ഷമയുടെ ഒരു നിയമം. ഇന്ന് മനുഷ്യർക്ക് ഇല്ലാതെ പോകുന്നത് ഈ ക്ഷമയാണ്. ക്ഷമിക്കാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല. അതുപോലെ പെട്ടെന്നുള്ള ക്ഷിപ്രകോപം. ഈ പലരെക്കുറിച്ച് നമ്മൾ പറയാവുന്നൊരു വാക്കുണ്ട്, ആള് ഷോർട്ട് ടെമ്പേർഡാണ്. കേട്ടിട്ടുണ്ടോ? ഷോർട്ട് ടെമ്പേർഡാണ്. ഈ ഷോർട്ട് ടെമ്പേർഡൊക്കെ ആകുന്നത് ഭയങ്കര അപകടമാണ്. ഈ ഷോർട്ട് ടെമ്പേർഡ്നെസ്സിൽ എന്തെല്ലാം സംഭവിക്കാം? ചിലപ്പം കൊലപാതകം വരെ സംഭവിക്കാം. പ്ലാൻഡായിട്ടല്ലാതെ കരുതി കൂട്ടാൻ നടക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവിനോട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ പുതിയ നിയമമാണ് കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കല്ലെറിയാത്തൊരു നിയമം, കല്ലെറിയാത്തൊരു നിയമം, ആരെയും വിധിക്കാതിരിക്കാനുള്ളൊരു കൃപ, എല്ലാവരോടും ക്ഷമിക്കാനുള്ളൊരു കൃപ. കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ക്ഷമിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരോടും ക്ഷമിക്കാൻ. ഈ സ്ത്രീയെ കർത്താവ് ക്ഷമയുടെ ഒരു നിയമമാണ്. കല്ലെറിഞ്ഞവരെ, പാപം ചെയ്തവരെ കല്ലെറിയണം, പക്ഷേ ക്ഷമയുടെ ഒരു പുതിയ നിയമം. പാപത്തെ വെറുത്തുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം, പാപത്തെ വെറുത്തുകൊണ്ട് വ്യക്തിയെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം, ഏത് പാപിയെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സ്നേഹം. സത്യത്തിൽ സഭ എന്ന് പറയുന്നത് ഈ നിയമത്താൽ നടത്തപ്പെടേണ്ടത്. നമ്മളെപ്പോഴും ഒരു കംഫർട്ട് സോണിലിരുന്നാൽ അതും ശരിയാകത്തില്ല. വല്ലപ്പോഴും ഒന്ന് ഇടുങ്ങിയും ഞെരുങ്ങിയും ഒക്കെ ഇരിക്കുന്നതാണ്. ചെറുക്കെങ്കിലുമൊക്കെ ഇച്ചിരി ചൂട് തോന്നുന്നുണ്ടായിരിക്കാം. ചൂട് തോന്നണമെന്ന് തോന്നുമ്പോൾ പുറത്ത് ചെന്ന് ജോലി ചെയ്യുന്നവരെ ഓർത്താൽ മതി. അപ്പം പിന്നെ നമുക്ക് ഒരു കാര്യം പറയാം, ചൂടെന്ന് പറയാൻ പോലും നമുക്ക് എന്തില്ല, അവകാശം ഇല്ല. ഉണ്ടോ? ഇല്ല. നമ്മൾ ഹായ് ചൂടെന്നൊക്കെ പറയുമ്പോൾ പുറത്ത് നിൽക്കുന്നവരെ ഒന്ന് ഓർത്താൽ മതി. എറണാകുളത്തെ IT പാർക്കിൽ നിന്ന് കാക്കനാട്ടിൽ നിന്ന് ലോഫർ പ്ലസ് കയറിയ പെൺകുട്ടി അവിടെ രണ്ട് കയ്യിലും ഐഫോണുണ്ട്, മാക്കിൻ്റെ ടാബ്ലറ്റുണ്ട്, ലാപ്ടോപ്പുണ്ട്. എല്ലാമായിട്ട് കയറിയ കുട്ടി അവൾ സങ്കടപ്പെടുക, കരയുക, ഇത്രയേ ഉള്ളൂ. അവിടെ ബോയ് ഫ്രണ്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് വിളിച്ചിട്ടെടുക്കുന്നില്ല. അതിനവൾ കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് വരുമ്പോഴാണ് ലയിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരമ്മയും കുഞ്ഞും കൂടെ വണ്ടിയെ കയറുന്നു. കൊച്ചു കുഞ്ഞാണ്, പക്ഷെ അവൻ്റെ തലയിൽ ഒറ്റ മുടി പോലും ഇല്ല. വട്ടത്തിൽ വരച്ചിട്ടുണ്ട് പച്ച മാർക്കയിൽ, കൃത്യം റേഡിയേഷൻ്റെ മാർക്ക് ചെയ്തേക്കുക. അത് കണ്ടപ്പം കുട്ടിക്ക് മനസ്സിലായി ഇനി അവൾക്ക് കരയാൻ എന്തില്ല. അവിടെ പ്രശ്നം, അവിടെ ചെറുക്കൻ അവളെ വിളിച്ചിട്ട് ബ്ലോക്ക് എടുത്തില്ലെന്നുള്ളതാണ്. പക്ഷേ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾക്ക് തോന്നി ഇനി അവൾക്ക് കരയാൻ പോലും എന്തില്ല, അവകാശമില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവരെയൊക്കെ നമ്മളൊന്ന് ഒരു വാക്കിൽ കാണുകയോ ഓർക്കുകയൊക്കെ ചെയ്താൽ ചൂടിന് കംപ്ലൈൻറ്റ് പറയത്തില്ല, നിലത്തിരിക്കുന്നതിന് കംപ്ലൈൻറ്റ് പറയത്തില്ല. കാരണം ഒത്തിരി കഷ്ടപ്പെടുന്നവർ ഈ ഭൂമിയിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഒരു കംഫർട്ട് സോണിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കുന്നതൊക്കെ നല്ലതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അത് തന്നെയല്ല, മനുഷ്യനെ ഒന്ന് ഏതായാലും അടുത്തിരിക്കുന്നവരെല്ലാം അറിയാവുന്നവരാണോ എന്ന് നോക്കി, ഒരാളെങ്കിലും ഒന്ന് പരിചയപ്പെടണേ. അറിയാവുന്നവരാണോ? അറിയാം. പുറകിരിക്കുന്ന ആളെ നോക്ക്, പെടലിയൊക്കെ തിരിഞ്ഞ് നോക്കി, അറിയാമെന്ന് നോക്കി. ഇല്ലെങ്കിൽ പേരൊക്കെ ചോദിച്ചേര്. ഒരാളോടെങ്കിലും അറിയത്തില്ല, അടുത്തിരിക്കുന്ന പേര് ചോദിക്കുക. അറിയാം, എല്ലാവരെയും അറിയാം. പരിചയപ്പെട്. ഈ മനുഷ്യരെ പരിചയപ്പെടുന്ന വലിയൊരു സന്തോഷമല്ലേ? മനുഷ്യരെയൊക്കെ ഒന്ന് പരിചയപ്പെടുക. അറിയത്തില്ലെങ്കിൽ ഒരാളെയെങ്കിലും ഇന്ന് പരിചയപ്പെട്ടിട്ടേ പോകാവൂ. ആ ആളെ ഒന്ന് ഓർക്കുക, പ്രാർത്ഥിക്കുക. അതൊക്കെ ഒരു സന്തോഷമാണ്.
നമ്മുടെ ഈ കൂട്ടായ്മകളുടെ പ്രധാന ഉദ്ദേശം തിരുവചന കേൾവി മാത്രമല്ല, നമ്മൾ ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മയാണ്. കൂട്ടായ്മയുടെ വലിയൊരു മഹത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ദൈവമക്കൾ ഇവിടെ ഈ രാജ്യത്ത് നിങ്ങൾ കൂട്ടായ്മയ്ക്കായിട്ട് ഒരുമിക്കുന്നത് വലിയ സന്തോഷമാണ്. അതാണ് അതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ് ധ്യാന വിഷയം. 1-ാം അധ്യായം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് പെട്ടെന്ന് മിനിറ്റുകൾ കൊണ്ടൊന്ന് റിവൈസ് ചെയ്ത് മുമ്പോട്ട് പോവുക. 1-ാം അധ്യായത്തിൽ ഒരു പുതിയ ദൈവിക വെളിപ്പാട് കാണുക. ദൈവം മനുഷ്യനായി മാറി, വചനം ജഡമായി തീർന്നു. ആ ദൈവത്തെ കൈക്കൊള്ളണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. 2-ാമത്തെ അധ്യായത്തിൽ പുതിയ വീഞ്ഞാണ്. 3-ാം നാൾ ഗലീലയിലെ കാനാവിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ ഒരു പുതിയ വീഞ്ഞിൻ്റെ അനുഭവത്തെ കാണുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതുജനനമാണ്. നിക്കോദീമോസ് കർത്താവിൻ്റെ അടുക്ക വന്നിട്ട് പറയുമ്പോൾ കർത്താവിനോട് പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പം പുതിയ ആരാധനയാണ്. വേർപാണ്ട നടിച്ചുപുരുകളെല്ലാം ഇടിച്ചു കളഞ്ഞിട്ട് ശമരിയയിലേക്ക് ചെന്നിട്ട് ശമരിയാക്കാരത്തി സ്ത്രീയുമായിട്ട് സംസാരിച്ചുമ്പോൾ അതൊരു ക്രൈസ്തവരായ എല്ലാവർക്കും വളരെ ചെറുപ്പം മുതൽ അറിയാവുന്നൊരു കാര്യമാണ്. നട്ടുച്ച നേരത്ത് കിണറിൻ്റെ പക്കത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു, നാരി വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. അപ്പോൾ ആ കാത്തിരിപ്പിൽ അവളോട് സംസാരിക്കുകയാണ്. സംസാരിച്ചപ്പോൾ കർത്താവ് അവൾക്കൊരു പുതിയ അവൾ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ അവിടെ ആ മരയിലാണ് ആരാധിച്ചത്. ദൈവം പറഞ്ഞു, ഈ സ്ഥലത്തിന് പ്രാധാന്യമുള്ള ആരാധനയെല്ലാം അവസാനിക്കുകയാണ്. ഇനിയും ഒരു ആരാധന വരുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും, ദൈവം ആത്മാവാകുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും എന്ത് ചെയ്യണം? ആരാധിക്കണം. അതാണ് 4-ാം അധ്യായത്തിൽ നാം കാണുക. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പുതിയ ആരാധന ഉള്ളിടത്ത് പുതിയ സൗഖ്യമാണ്. ബെഥേസ്ദ ആട്ടുവാതിക്കൽ 38 ആണ്ട് കുളക്കടവിൽ കിടന്ന മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. അവനോട് കർത്താവ് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്? അവൻ പറയുന്നു, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ദൈവം അവനെ സുഖപ്പെടുത്തുന്നു. അതാണ് 5-ാം അധ്യായത്തിൽ നാം കാണുക. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് പുതിയ മന്നയാണ്. 5 അപ്പം കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? 5000 പേരെ പോഷിപ്പിച്ചു. അപ്പോൾ കർത്താവ് ശിഷ്യരോട് പറയുകയാണ്, നിങ്ങൾക്കും വേണം പൊയ്ക്കോളാൻ പറഞ്ഞു. കർത്താവ് ആരെയും പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നില്ല. അവൻ്റെ ശിഷ്യന്മാർ 7:6 കാണുന്നു. അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാർ പലരും എന്ത് ചെയ്തു? പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു പന്തിരരോട്, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സഭയെ പറയണേ, ഉപദേശിമാർ ധൈര്യമായിട്ട് പറയണം, പോകേണ്ടവരൊക്കെ എന്ത് ചെയ്തോളാൻ. നമ്മുടെ കുഴപ്പം കൊണ്ട് പോകരുത്. പക്ഷെ പോകേണ്ടവർ പോക്കോളാൻ പറഞ്ഞാൽ ആരും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. പോകേണ്ടവർ എന്തിനാ പേടിക്കുന്നേ? പോകേണ്ടവർ പൊയ്ക്കോളാൻ പറഞ്ഞാൽ ആരും പോത്തൊന്നുമില്ല. പിന്നെ പോകേണ്ടവരെ പോകത്തുള്ളൂ. ചിലർ പോകുന്നത് നല്ലതാണ്. ഞാൻ ആരെയും പറഞ്ഞു വിടാറില്ല. പക്ഷെ പോകേണ്ടവരെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർ തന്നെ സ്നേഹത്തോടെ അമേരിക്കയ്ക്കൊക്കെ പൊക്കളയും. പിണങ്ങി അവർ നമുക്ക് ശത്രുവാകും. ചിലർ നമ്മൾ അമേരിക്കയ്ക്ക് പോവും, ചിലർ നമ്മൾ സൗദി, എൻ്റെ സഭയിൽ നിന്ന് സൗദിക്ക് വന്നവരെ ഞാൻ പ്രാർത്ഥിച്ചു വിട്ടാന്നും പറയല്ലേ. അവരൊക്കെ നല്ല മനുഷ്യരാണ്. അപ്പം കർത്താവോട് ചോദിച്ചു, നിങ്ങൾക്ക് പൊയ്ക്കോളാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം കർത്താവ് അവർ പറയുന്നുണ്ട്, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെയാണ് പോവുക? അങ്ങനെ 6-ാം അധ്യായത്തിൽ പുതിയ മന്ന കാണുകയാണ്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയൊരു പെരുന്നാളാണ്. അതാണ് കർത്താവ് അവിടെ പറയുക, ഉത്സവത്തിൻ്റെ മഹാദീനമായി ഒടുക്കത്തെ നാളിൽ കർത്താവ് ഇന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും. അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാകുന്നു കർത്താവ് പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തു അന്ന് വരെ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. തേജസ്കരണം, കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്താണ് കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് യെരുശലേം വിട്ടു പോകാതെ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അങ്ങനെ അവർ കാത്തിരുന്നപ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ അവിടെ മേൽ ദൈവത്തിൻ്റെ കൊടിയ കാറ്റടിക്കുന്നു, പുലർനക്തി ജ്വാലകൾ പോലെ നാവുകൾ പതിയുന്നു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി കർത്താവിനെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? സ്തുതിക്കാൻ തുടങ്ങുന്നു. അതാണ് നമ്മൾ കാണുന്നത്. എവിടെ? 7-ാം അധ്യായത്തിൽ പുതിയ ഒരു പെരുന്നാളാണ്. എല്ലാവരും പറഞ്ഞ് 7-ാം അധ്യായത്തിൽ എന്താണ്? പുതിയ ഒരു പെരുന്നാളാണ്. ഇനി 8-ാം അധ്യായം, അവിടെ 7-ാം അധ്യായം വരെയാണ് നമ്മൾ ഇന്നലെ വരെ ധ്യാനിച്ചത്. 7-ാമത് അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7-ാമത്തെ അധ്യായം, 8-ാം അധ്യായം എല്ലാവരും തുറന്നുണ്ട്.
7 വരെയുള്ള അധ്യായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ധ്യാനിച്ചു. ബൈബിൾ ക്ലാസ്സിലായിരുന്നു. ഇനിയും 8 മുതലുള്ള അധ്യായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ വരാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിവൈസ് ചെയ്തത്. യോഹന്നാൻ്റെ സുവിശേഷമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. 8-ാം അധ്യായം. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ കാണുകയാണ്. 8-ാമത് അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം. അങ്ങനെ ഓരോരുത്തൻ താന്താൻ്റെ വീട്ടിലേക്ക് പോയി. യേശു ഒലിവ് മലയിലേക്ക് പോയി. പിന്നെയും ദേവാലയത്തിൽ ചെന്നു. അപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് കർത്താവ് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് നീ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നതെന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട നിലത്ത് അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവരെ കല്ലെറിയട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്ത്രീയെ പിടിച്ചു കൊണ്ടുവരികയാണ്. ഈ നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, സ്മാർത്ഥ വിചാരം എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു. വലിയ ഇല്ലങ്ങളിൽ ഒരു പെൺകുട്ടി പഴയ കാലങ്ങളിൽ ഗർഭിണിയായെന്നറിഞ്ഞാൽ ഈ ഇല്ലത്തിൻ്റെ കാരണവന്മാരെല്ലാം കൂടെ വട്ടം കൂടിയിരുന്നിട്ട് ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഗർഭത്തിൻ്റെ ഉത്തരവാദി ആരാന്ന് ചോദിക്കും. പക്ഷേ ചില കുട്ടികൾ എത്ര വന്നാലും ചതിക്കില്ല കേട്ടോ. കാരണം ഈ ഉത്തരവാദി അതിനകത്ത് കാണും. ഇതൊക്കെയാണ് ഈ സ്ത്രീയുടെ മഹത്വം. എല്ലാവരും വിളിച്ചൊന്നും പറയണമെന്നുമില്ല. ഗർഭത്തിൻ്റെ ഉത്തരവാദി ആരാന്ന് പറഞ്ഞില്ലെങ്കിൽ അവളെ ആ ഇല്ലത്തിൻ്റെ പടിയടച്ച്, കേട്ടിട്ടുണ്ടോ, പടിയടച്ച് പിണ്ണം വെക്കും. പടിയടച്ച് പിണ്ണം വെക്കുക എന്ന് പറഞ്ഞാൽ പിണ്ണം വെക്കുന്നത് മരണാനന്തര ക്രിയയാണ്. മരിച്ചവർക്ക് വേണ്ടിയുള്ള ക്രിയയാണ് പിണ്ണം വെക്കുക. പടിയടച്ച് പിണ്ണം വെച്ചെന്ന് പറഞ്ഞാൽ നീ ജീവിച്ചിരിക്കുമ്പോഴേ ഞങ്ങൾക്ക് എന്ത് ചെയ്തു, മരിച്ചു, ഇനി ഇല്ലവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഇറങ്ങിപ്പോകേണ്ടി വന്ന വഴിയാധാരമായ ഒത്തിരി പെൺകുട്ടികളുടെ ചരിത്രം കേരളത്തിൻ്റെയൊക്കെ ചരിത്രത്തിലുണ്ട്. അവർ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്തം ആരാണെന്ന് പറയാൻ മടിച്ചവരുമുണ്ട്. കാരണം അത്രമാത്രം അവർ ആ പുരുഷനെ സ്നേഹിച്ചിരുന്നു. അവനൊരു കുറവ് വരാതിരിക്കും. പക്ഷേ ഇവിടെ ആ സ്ത്രീയെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. ഞാനതിനെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. കർത്താവ് ആ സ്ത്രീയെ പിടിച്ച് പുറമോട്ട് നിർത്തിക്കാണ്. അവളെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് കർത്താവ് നിലത്തോട്ട് കുനിഞ്ഞു. എപ്പോഴും പിടിക്കപ്പെട്ട സ്ത്രീകളെ, അല്ലെങ്കിൽ ഒരു കൊലപാതക കുറ്റത്തിനോ ഏത് കുറ്റത്തിന് പിടിക്കപ്പെട്ടാലും പോലീസ് അവരെ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ ഒരിക്കലും മുഖം എന്ത് ചെയ്യത്തില്ല, ഉയർത്തത്തില്ല. കണ്ടിട്ടുണ്ടോ? അപ്പം തല താഴ്ത്തിയിരിക്കും. ഒല്ലയിൽ അവരെ തൂവാല കൊണ്ടോ ഷാള് കൊണ്ടോ ഒക്കെ മുഖം മറയ്ക്കും. കാരണം അവർക്ക് അവരുടെ മുഖം ആരും കാണാൻ ഇഷ്ടമില്ല. ഇവിടെയാണ് ഈ സ്ത്രീ കുനിഞ്ഞു നിൽക്കുകയായിരിക്കണം. കർത്താവ് കുനിഞ്ഞു അവൾക്ക് വേണ്ടി. എന്തിനാ? അവളെ നിവർത്തുവാൻ അവനും കുനിയുക. ഈ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുവാൻ കർത്താവും അവരുടെ കൂടെ കുനിയുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ കുനിയാം. അപമാനം കൊണ്ട് കുനിയാം, കുഞ്ഞുങ്ങൾക്കൊരു പ്രയാസം വന്നാൽ കുനിയാം, കടം കയറിയാൽ കുനിയാം, അങ്ങനെ പല നിലകളിൽ രോഗം വന്നാൽ കുനിയാം, സാമ്പത്തിക തകർച്ചകൾ വന്നാൽ കുനിയാം, പെട്ടെന്ന് ബിസിനസ് പൊട്ടിപ്പോയാൽ കുനിയാം. പക്ഷേ കുനിഞ്ഞ സമൂഹത്തെ നിവർത്തുവാൻ അവർക്ക് വേണ്ടി കുനിഞ്ഞ ഒരാളുണ്ട്. അതാണ് കർത്താവിൻ്റെ പ്രത്യേകത. ക്രിസ്തു അവരോടൊപ്പം കുനിയുകയാണ്. കുനിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, അവനെ കൊല്ലണം എന്ന് പറയുകയാണ്. അവരുടെ കയ്യിലെല്ലാം എന്ത് കാണും? കല്ലുണ്ട്. കർത്താവ് ഒരു കാര്യം അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാം. മക്കളെ സൗണ്ട് ഉണ്ടാക്കരുതേ, ഈ കുപ്പി വെച്ച് സൗണ്ട് ഉണ്ടാക്കല്ലേ പ്ലീസ്. നിങ്ങൾ പാപം ചെയ്യാത്തവർ ഇവരെ എന്ത് ചെയ്യട്ടെ, കല്ലെറിയട്ടെ എന്ന് പറയും. അപ്പം എന്നിട്ട് കർത്താവ് ഇങ്ങനെ കുനിഞ്ഞ് എന്ന് എഴുതുകയാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, എന്താ കർത്താവ് എഴുതിയേ? 2 രീതി കേട്ടിട്ടുണ്ട്. ചില പറയുന്നു വന്നവരുടെ എന്തെഴുതി, പാപം എഴുതി. ചില പറഞ്ഞു പേര് എഴുതി. ഇതിനൊന്നും വലിയ തെളിവില്ല. അതെ, കുപ്പി കൊണ്ട് സൗണ്ട് ഉണ്ടാക്കല്ലേ, സൗണ്ട് ഉണ്ടാക്കരുത്, ദേഹം പെരുക്കും. അതുകൊണ്ടാണ് ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയുണ്ട്. അപ്പം കർത്താവ് അവർ കല്ലെറിയാൻ പോവുക. അവരുടെ കയ്യിൽ എന്തുണ്ട്? കല്ലുണ്ട്. ഈ കല്ലിനും കല്ലേറിനും ഇടയ്ക്ക് കർത്താവ് എന്തോ എഴുതിയപ്പം അവർ വന്ന് എങ്ങോട്ട് നോക്കിക്കാണും, ഇതെന്തോ എഴുതിയെന്നറിയാം. നമ്മൾ ഈ നാട്ടിൻപുറത്തോട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പം പെട്ടെന്ന് ഈ എണ്ണ വിൽക്കുന്നവരെയൊക്കെ കാണാം. കണ്ടിട്ടുണ്ടോ? ഒടിവ്, ചതവ്, ചുളിവ്, ഇതിനെല്ലാം വലിയ എണ്ണയാന്നൊക്കെ പറയുമ്പോൾ ആളിങ്ങനെ വട്ടം കൂടി നിൽക്കും. അപ്പോൾ ഇതുവഴി പോകുന്നവർ എല്ലാവരും എത്തി അങ്ങോട്ട് നോക്കും, അവിടെ എന്താണ് നടക്കുന്നത്. അപ്പോൾ കർത്താവ് കുനിഞ്ഞ് എന്ന് എഴുതിയപ്പോൾ ഇവരും വന്ന് നോക്കിക്കാണും.
നോക്കി നോക്കി ഒരു കാര്യം സംഭവിച്ചു. ഇവരുടെ കയ്യിൽ നിന്ന് എന്ത് പോയി കാണും? കല്ല് പോയി കാണും. അതായത് ഒരു പുതിയ നിയമം അവിടെ കൊണ്ടുവരികയാണ്. ആ നിയമം ഇതാണ്: നിങ്ങൾ കല്ലെറിയുന്നതിന് മുമ്പ് 1 മിനിറ്റ് ഒന്ന് ആലോചിക്കണം. ഈ കല്ലെറിയാൻ വേണ്ടി അവർ വന്നു, കർത്താവ് ഒന്ന് കുനിഞ്ഞു, എന്നിട്ട് നിലത്തെഴുതി അവർക്ക് നോക്കാനൊരു സമയം കിട്ടി. നിങ്ങൾ ഈ പാപമില്ലാത്തവർ ഇവരെ കല്ലെറിയാൻ പറഞ്ഞു. ഒറ്റയാളും ആ കുട്ടി എന്ത് ചെയ്തില്ല? കല്ലെറിഞ്ഞില്ല. അപ്പോൾ ഈ നമുക്കെല്ലാവർക്കും ഈ കല്ലെറിയാനുള്ളൊരു പ്രചോദനം ഉണ്ടാകും. എല്ലാവരും ഒന്ന് പറഞ്ഞ് എന്തുണ്ടാകും? പ്രചോദനം, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകും. ആ പ്രചോദനത്തിനും ആ പ്രതികരണത്തിനും ഇടയ്ക്ക് ഒരിച്ചിരി സമയം കിട്ടിയാൽ പ്രതികരണം അത് തന്നെ ആയിരിക്കുമോ വേറെ എന്തെങ്കിലും ആയിരിക്കുമോ? പ്രചോദനം, മനസ്സിലായല്ലോ? ദാറ്റ് സ്റ്റിമുലേഷൻ ഓർ ഇൻസ്പിറേഷൻ ടു ഡു സംതിങ്. അതിനിടയ്ക്ക് ഒരിച്ചിരി സമയം കിട്ടി. അന്നേരം കല്ല് കയ്യിൽ നിന്ന് പോകുമോ? പറയാൻ വന്ന കാര്യം പറയുമോ പറയത്തില്ലയോ? പിടികിട്ടില്ല. ഞാൻ ചിലരെ ഫോൺ ചെയ്യും, ചോദിച്ചിട്ടേ ഉള്ളൂ, ഇങ്ങനെയുണ്ടോ ഒരിടപാട്, ഇതെന്നെ വെള്ളരിക്കപ്പെട്ടണമാണ്. ആഹാ, ചോദിക്കാൻ വേണ്ടി വിളിച്ചു. ദൈവകൃപ, അവർ ഫോൺ എടുത്തില്ല. രാത്രിയിൽ അവർ തിരിച്ചു വിളിച്ചു. പ്രിൻസിപ്പാൾ എന്തിനാ വിളിച്ചേ? കുഞ്ഞെ, നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിരുന്നു. പ്രാർത്ഥിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കുന്നത്. പറഞ്ഞോ? ഇല്ല. അന്നേരം അവരെടുത്തായിരുന്നേ ഞാൻ വല്ലതും പറയും, അവർ റെക്കോർഡ് ചെയ്യും, അവരത് യൂട്യൂബിലിടും. എന്നെ നിങ്ങൾ ആരും വിളിക്കത്തുമില്ലായിരുന്നു. നമ്മളും മനുഷ്യരാപ്പാ. പക്ഷേ അവരെടുക്കാഞ്ഞതാണ് തമ്പുരാൻ്റെ കൃപ. സമയം കിട്ടിയപ്പം പിന്നെ നമ്മൾ പറയാൻ വന്നത് പറയോ? ഇല്ല. അപ്പം പ്രചോദനത്തിനും പ്രതികരണത്തിനും ഇടയ്ക്ക് എന്തോ കിട്ടണം? സമയം കിട്ടണം. പറയാൻ വരുന്നതിനും പറയുന്നതിനും ഇടയ്ക്ക് എന്തോ കിട്ടണം? ഈ പിള്ളേരെന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ഈ പേരൻസിന് ക്ലാസ് എടുക്കുമ്പോൾ, ഞാനും ഒരു അപ്പനെ, നമ്മളെ കൊണ്ട് ഇതൊക്കെ ക്ലാസ് എടുക്കാനേ കൊള്ളത്തുള്ളൂ. അപ്പം ഞാനെപ്പോഴും പറയും, നമ്മൾ പെട്ടെന്ന് ഇവരെ അടിക്കരുത്, ചുമ്മാ അടിക്കരുത്. നമ്മളവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവർ ചെയ്ത തെറ്റ് മനസ്സിലാക്കി, തെറ്റിന് ശിക്ഷ എന്താ വേണ്ടെന്ന് അവരെയും കൊണ്ടുകൂടെ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച്, എന്നിട്ട് അവരെയും കൊണ്ട് മടി വെട്ടിച്ചുകൊണ്ട് വന്ന് അവിടെ കുറ്റം മനസ്സിലാക്കി അവരെ എന്ത് ചെയ്യണം? അടിക്കണം. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മ എഴുന്നേറ്റെന്ന് പറഞ്ഞ്, പക്ഷേ ആദ്യം അടി നടക്കട്ടെ, പിന്നെ എക്സ്പ്ലനേഷൻ. കാരണം ആ മൂച്ചിന് അടിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ നടക്കത്തില്ല, അടി നടക്കത്തില്ല. നടക്കുമോ? ഇല്ല. ആ മൂച്ചിന് അടി നടന്നിട്ട് നമുക്ക് പിന്നെ അടിച്ചത് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നടക്കുന്ന കാര്യമല്ല. അപ്പം കല്ലിനും കല്ലേറിനും ഇടയ്ക്ക് എന്ത് കിട്ടി? സമയം കിട്ടി. എല്ലാവരും പറഞ്ഞേ, കല്ലിനും കല്ലേറിനും ഇടയ്ക്ക് എന്താ കിട്ടി? അപ്പം എന്തോ നടന്നില്ല? നടന്നില്ല. തമ്പുരാൻ ചിലപ്പോൾ ഇതുപോലൊക്കെ നമ്മളീ പാപം ചെയ്യാതൊക്കെ പോകുന്നതൊക്കെ ഇങ്ങനെ സമയം കിട്ടുന്നുണ്ട്. ഈ പലരും അടിക്കുന്നതും കുത്തുന്നതും വെട്ടുന്നതും ഒക്കെ പെട്ടെന്നുണ്ടായ സംഭവത്തിലാണ്. പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നടന്ന കാര്യങ്ങളാണ്. ആ സെക്കൻഡിൽ നടന്നത് ചിലപ്പോൾ നമുക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, കേൾപ്പാൻ വേഗതയും പറയാൻ താമസം. കേൾപ്പാൻ വേഗതയും പറയാൻ താമസം. ഒന്നുകൂടെ എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രചോദനം, പ്രതികരണം. ഇതിനിടയ്ക്ക് എന്തോ വേണം? സമയം വേണം. സമയം കിട്ടിയാൽ എന്തെറിയില്ല? കല്ലെറിയില്ല. നിങ്ങൾ ഈ പാപം ചെയ്യാത്തവർ ഇവരെ കല്ലെറിയട്ടെ. അപ്പം കല്ലെറിയാതിരുന്നു. അവസാനം ആ സ്ത്രീയും കർത്താവും മാത്രം ശേഷിച്ചു. അവിടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. കർത്താവ് അവളോട് പറഞ്ഞു, പൊയ്ക്കോ, നീ ഇനി എന്ത് ചെയ്യരുത്. ഇനി അവിടെ ഒരിക്കലും തെറ്റില്ല. ഇനി അവൾ ജീവിതത്തിൽ തെറ്റില്ല. കാരണം അവൾക്കറിയാം, ഇത്ര വലിയൊരു ഗുരുവിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, പൊയ്ക്കോ, പക്ഷേ നീ ഇനി എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. ഇനി അവൾ പാപം ചെയ്യാൻ വന്നാൽ അവൾ ആ ഗുരുവിനെ ഓർക്കും. ആ കർത്താവിനെ ഓർത്താൽ ഒരിക്കലും അവൾക്ക് ഇടറാൻ ഒക്കില്ല. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ എവിടെയൊക്കെയോ ഇടറിപ്പോയവരൊക്കെ ഇന്ന് പാപം ചെയ്യാൻ നിൽക്കുന്നത് ഈ കർത്താവിനെ ഓർത്തിട്ടാണ്. കർത്താവിനോടുള്ള സ്നേഹമുള്ളപ്പോൾ ഒരിക്കലും നമുക്ക് ദൈവസ്നേഹം വരുന്നവർക്ക് പാപം ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം അവൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ്. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിനൊരു പുതിയ നിയമമാണ്. പഴയ നിയമത്തിൻ്റെ നിയമം എന്താ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇവിടെ കർത്താവ് പറയുകയാണ്, ആ പാപം ചെയ്ത സ്ത്രീയെ മോചിപ്പിച്ച് വിടുകയാണ്. കല്ലെറിയാത്ത നിയമം. നിങ്ങൾ ഈ പാപം ചെയ്യാത്തവർ ഇവളെ എന്ത് ചെയ്യട്ടെ? കല്ലെറിയട്ടെ. ഇവിടെ കർത്താവ് ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. അതുകൊണ്ട്
നമ്മൾ ഈ വിധിക്കുവാൻ, അതുകൊണ്ടാണ് വിധിക്കുന്ന വിധിയാൽ നിങ്ങൾ എന്ത് ചെയ്യപ്പെടും, വിധിക്കപ്പെടും എന്ന് കർത്താവ് പറയുക. ക്ഷമയുടെ ഒരു നിയമം, ക്ഷമയുടെ ഒരു നിയമം കർത്താവ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ക്ഷമയുടെ ഒരു നിയമം. ഇന്ന് മനുഷ്യർക്ക് ഇല്ലാതെ പോകുന്നത് ഈ ക്ഷമയാണ്. ക്ഷമിക്കാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല. അതുപോലെ പെട്ടെന്നുള്ള ക്ഷിപ്രകോപം. ഈ പലരെക്കുറിച്ച് നമ്മൾ പറയാവുന്നൊരു വാക്കുണ്ട്, ആള് ഷോർട്ട് ടെമ്പേർഡാണ്. കേട്ടിട്ടുണ്ടോ? ഷോർട്ട് ടെമ്പേർഡാണ്. ഈ ഷോർട്ട് ടെമ്പേർഡൊക്കെ ആകുന്നത് ഭയങ്കര അപകടമാണ്. ഈ ഷോർട്ട് ടെമ്പേർഡ്നെസ്സിൽ എന്തെല്ലാം സംഭവിക്കാം. ചിലപ്പം കൊലപാതകം വരെ സംഭവിക്കാം. പ്ലാന്റായിട്ടല്ലാതെ കരുതി കൂട്ടാൻ നടക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവിനോട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ പുതിയ നിയമമാണ് കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കല്ലെറിയാത്തൊരു നിയമം, കല്ലെറിയാത്തൊരു നിയമം, ആരെയും വിധിക്കാതിരിക്കാനുള്ളൊരു കൃപ, എല്ലാവരോടും ക്ഷമിക്കാനുള്ളൊരു കൃപ. കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, ക്ഷമിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, എല്ലാവരോടും ക്ഷമിക്കാൻ. ഈ സ്ത്രീയെ കർത്താവ് ക്ഷമയുടെ ഒരു നിയമമാണ്. കല്ലെറിഞ്ഞവരെ, പാപം ചെയ്തവരെ കല്ലെറിയണം, പക്ഷേ ക്ഷമയുടെ ഒരു പുതിയ നിയമം. പാപത്തെ വെറുത്തുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം, പാപത്തെ വെറുത്തുകൊണ്ട് വ്യക്തിയെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം, ഏത് പാപിയെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സ്നേഹം. സത്യത്തിൽ സഭ എന്ന് പറയുന്നത് ഈ നിയമത്താൽ നടത്തപ്പെടേണ്ടതാണ്. സഭ ഈ നിയമത്താൽ നടത്തപ്പെടേണ്ടതാണ്. സഭ എന്ന് പറയുന്നത്, ഞാൻ സഭ, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ, ഇൻവെർട്ടർ കോമയ്ക്കകത്ത് ഇടുക സഭ, എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ സഭ. സഭ, എനിക്കൊരു ചോദ്യം, വർക്ക്ഷോപ്പാണോ ഷോറൂമാണോ? സഭ വർക്ക്ഷോപ്പാണോ ഷോറൂമാണോ? വർക്ക്ഷോപ്പാണോ ഷോറൂമാണോ? ഷോറൂം ആണെന്നുള്ളവരൊന്ന് കൈപൊക്കിക്കുക. സഭ ഷോറൂം, എല്ലാം തികഞ്ഞ പ്രൈസ് ദി ലോർഡ്, ഭയങ്കര ഭക്തർ, അതാണോ സഭ? അല്ല. ഈ വർക്ക്ഷോപ്പിൽ ചെന്ന്, ഷോറൂമിൽ അടിപൊളി വണ്ടികളാണ് വന്നിരിക്കുക, കണ്ണാടി കൂടെ കാണാം. പക്ഷേ വർക്ക്ഷോപ്പിൽ ചെന്നാൽ കാണാം കെട്ടി വലിച്ചത് കിടപ്പുണ്ട്, മോന്തയില്ലാത്ത കിടപ്പുണ്ട്, ചെയ്സ് ഒടിഞ്ഞത് കിടപ്പുണ്ട്. എല്ലാം കിടക്കുന്ന എവിടാ? വർക്ക്ഷോപ്പിലാണ്. കുറേ കഴിയുമ്പം പണി തിറക്കും. സഭ വർക്ക്ഷോപ്പാണ്. ഈ തകർന്നവരെ എല്ലാം ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒന്നാണ് പുതിയ നിയമസഭ എന്ന് പറയും. അതാണ് സഭ, അതാണ് സഭ. കരങ്ങളടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത്, അതാണ് സഭ, അതാണ് സഭ. തെറ്റിദ്ധരിക്കരുതേ, എന്നെ നല്ല അർത്ഥത്തിലേ എടുക്കാവൂ. അപ്പന് ഇടറിപ്പോയ ഒരു വീട്, അപ്പം ഭയങ്കര മദ്യപാനിയാണ്. ആ മോന് അമ്മ ഇങ്ങനെ അവരെ ഇട്ടച്ചിട്ട് വേലയ്ക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവരൊത്തിരി കഷ്ടപ്പെട്ടും ഇടറിയൊക്കെ വളർന്ന പിള്ളേരാണ്. അവനൊരു ദിവസം ചർച്ച വന്നു, പക്ഷേ അവന് മുടിയുണ്ടായിരുന്നു. മുടിയെല്ലാം കൂടെ വളർത്തി അവൻ ചർച്ച വന്നു. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ കുറേ പേര് പിരിവെടുത്തു. എന്തിനാണെന്നറിയാമോ? ഇവൻ്റെ മുടി വെട്ടാൻ. എന്നിട്ട് അവർ ബലമായിട്ട് അവനെ കാറേ കയറ്റാൻ പോവുക, മുടി വെട്ടിക്കാൻ കൊണ്ടുപോകും. ബലമായിട്ട്, നീ മുടി വെട്ടിയിട്ട് അങ്ങോട്ട് കയറിയാൽ മതി. ഇവനങ്ങ് പറയും, നീ ആരും എൻ്റെ കയ്യത്തോട്ട് പോയേക്കരുത്, ഇനി മുടി വെട്ടണമെങ്കിൽ പ്രിൻസിപ്പാൻ വരട്ടെന്ന് പറഞ്ഞു. ഞാൻ വന്ന് ചോദിച്ചപ്പോൾ ഇവരവനെ ബലമായിട്ട് വണ്ടിയെ കയറ്റി മുടി വെട്ടാൻ കൊണ്ടുപോകുക. ഞാൻ പറഞ്ഞു, ഒരു നിമിഷം അവിടെ നിൽക്കുക, നിങ്ങളാരും അവനെ കൊണ്ടുവേണ്ട, നീ മുടി വെട്ടുകയും വേണ്ട, കയറിയിരുന്നോളാൻ പറഞ്ഞു. തമ്പുരാൻ്റെ കൃപയാൽ ഇന്ന് ഇതുപോലെ നല്ലൊരു ചെറുക്കനില്ല. ആരും അവനോട് പറഞ്ഞില്ല മുടി വെട്ടാൻ. പക്ഷെ അവൻ മുടിയും വെട്ടി, അവൻ നല്ല ജോലിയും കിട്ടി, നല്ല ഭക്തനായ ഒരു ചെറുപ്പക്കാരനായി എൻ്റെ കൂടെ ഉണ്ട്. ഏതിടറിയവനെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരിടമാണ് ദൈവസഭ എന്ന് പറയും. അതുകൊണ്ട് പാപത്തിന് കൂട്ടുനിൽക്കുകയല്ല, പാപത്തെ വെറുത്തു ആരെ സ്നേഹിച്ചു? പാപിയെ സ്നേഹിച്ചു. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ച ഒരു കർത്താവ്. ഇടറിയവരെ എല്ലാം ചേർത്ത് പിടിക്കുന്ന വർക്ക്ഷോപ്പ്. ദൈവസഭ കാഷ്വാലിറ്റി ആണോ? ദൈവസഭ കാഷ്വാലിറ്റി ആണോ അതോ 5 സ്റ്റാർ ഹോട്ടലാണോ? കാഷ്വാലിറ്റി. കാഷ്വാലിറ്റിയിൽ ആരൊക്കെ കേസ് വരും? കാഷ്വാലിറ്റിയുടെ ഡോക്ടർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറാണോ MBBS-കാരനാണോ? കാഷ്വാലിറ്റിയിൽ MBBS ആണ്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഗൈനക്ക് വന്നാൽ അറ്റൻഡ് ചെയ്യുമോ? ഗൈനക്ക് വന്ന് അറ്റൻഡ് ചെയ്യത്തില്ലേ? ചെയ്യും. കാർഡിയാക്ക് വന്ന് അറ്റൻഡ് ചെയ്യുമോ? ചെയ്യും. ഓർത്തോ വന്ന് അറ്റൻഡ് ചെയ്യുമോ? ചെയ്യും. പീഡിയാട്രിക്ക് വന്ന് അറ്റൻഡ് ചെയ്യുമോ? ഇതാണ് പാസ്റ്ററും. പ്രവാചകനാകേണ്ടടുത്ത് പ്രവാചകൻ,
ഭൂതത്തെ ഓടിക്കണേ ഭൂതം ഓടിക്കും, കൗൺസിലറാണെ കൗൺസിലർ വെക്കും, ഇനി അത്യാവശ്യം മാറ്റി നിർത്തി 2 തല്ല് കൊടുക്കണേ അതും കൊടുക്കണം, ആരും കാണരുതെന്നുള്ളൂ. അത്യാവശ്യം 2 അടി കൊടുത്താൽ ശരിയാവുമെങ്കിൽ അവർക്ക് അടിയും കൊടുക്കണം. ഇതെല്ലാം ആകുന്ന ഒരിടമാണ് ചർച്ച്. കാഷ്വാലിറ്റിയാ. അവിടുത്തെ MBBS ഡോക്ടറാണ് ആര്? ഉറക്കെ പറ. വലിയ സ്പെഷ്യാലിറ്റി ഒന്നും അല്ലെങ്കിൽ എല്ലാ കേസും അറ്റൻഡ് ചെയ്യും. അതായിരുന്നു ദൈവസഭ. അതാകണം ദൈവസഭ. ദൈവത്തിന് സ്തോത്രം ചെയ്തായിട്ട്. അപ്പോൾ ഇവിടെ ഒരു പുതിയ നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ നിയമത്തിൻ്റെ പേര് എന്താണ്? ക്ഷമയുടെ നിയമം. കരം കൊടുത്തെന്ന് പറഞ്ഞ് ക്ഷമയുടെ നിയമം. എല്ലാവരും കരം കൊടുത്ത് പറഞ്ഞ് ക്ഷമിക്കണം കേട്ടോ. ലോകത്തെ ഏറ്റവും നല്ലൊരു വാക്കാണ് പറയാൻ കുറയുന്നത്. എന്താ? എന്നോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. പക്ഷേ നമ്മളെല്ലാം പറയും ക്ഷമിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഏറ്റവും നല്ലൊരു വാക്കാണ് എന്ത് പറയുക? സോറി എന്നൊക്കെ പറയുക. ഒരു സോറി പറഞ്ഞാൽ എന്തോ, സോറി എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലതാണ് മലയാളികൾ തമ്മിൽ സഹോദര എന്നോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണമെന്ന് പറയും. പക്ഷെ ഇന്ന് നമ്മൾ പറയാറില്ല. നമുക്ക് പറയാൻ ഭയങ്കര ഈഗോയാണ്. ഭർത്താവ് ഭാര്യയോടൊന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ആരാകുമെന്നറിയാം. അപ്പം ഞാൻ ഭർത്താവിനോട് പറഞ്ഞൊരു സോറി പറഞ്ഞേക്കാൻ, അങ്ങനെ സോറി പറഞ്ഞാൽ അവളങ്ങ് ഞെളിയും. പിന്നെ അവൾ ഇവിടെ ഒന്നും ഇരിക്കത്തില്ല. പക്ഷേ തോന്നലാണ്. സോറി പറയേണ്ടടുത്ത് പിള്ളേരോടാണേലും എന്ത് പറയണം? സോറി പറയണം. ക്ഷമയുടെ ഒരു നിയമം കർത്താവ് അവിടെ നമുക്ക് വേണ്ടി ആക്കുകയാണ്. മനുഷ്യർ ക്ഷമയില്ലാത്തവർ. ഞാൻ സാധാരണ കുടുംബ സദസ്സുകളിൽ പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്ന ഒരു ഉദാഹരണം. അച്ചായൻ രാവിലെ ജോലിക്ക് പോകാനിരിക്കുക, അമ്മാമ്മയ്ക്കും തിരക്കിട്ട് പോകണം. പക്ഷേ പുള്ളി രാവിലെ എഴുന്നേറ്റ് പത്രമൊക്കെ ആയിട്ടിരിക്കുക. അവർക്ക് നാട്ടിൻപുറത്തെ അച്ചായന്മാർക്കൊരു കുഴപ്പമുണ്ട്. അവർക്ക് രാവിലെ എല്ലാം നടക്കുന്നതിന് മുമ്പ് എന്തോ കിട്ടണം? പത്രം കിട്ടണം. ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറി. ഇപ്പോൾ എല്ലാം വാട്സപ്പായി. അപ്പം പത്രമൊക്കെ നോക്കിയിരുന്ന് സമയം പോയപ്പോഴാണ് പുള്ളി ചാടി കുളിക്കാൻ കയറിയത്. കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പം കാണുന്ന തോർത്തണ്ടേ. പുള്ളി അവിടെ കിടന്നുകൊണ്ട് അലച്ചു. എടിയേ എന്താ തോർത്ത്? എടി അങ്ങേ അറ്റത്ത് അടുക്കളയിൽ നിന്ന് ദോശ ഇടുക. എടിയെ തോർത്ത് കേട്ടില്ല. എന്തോ കേട്ടു? എടിയേ കേട്ടു. മലയാളിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ വിളിക്കാൻ? എടിയെ വിളിക്കാൻ. ഞങ്ങളുടെ ഒരു ഉപദേശി, നടന്ന സംഭവം, കഥയല്ലത്, നടന്ന കാര്യമാണ്. ഉപദേശി അച്ചായൻ്റെ വീട്ടിലൊരു സായിപ്പ് വന്ന് താമസിച്ചു. അപ്പോൾ ഉപദേശി സായിപ്പ് എപ്പോഴും കേൾക്കുകയാണ് നമ്മുടെ അച്ചായൻ ഭാര്യയെ വിളിക്കുന്നു, എടിയേ. സായിപ്പ് പോരാൻ നേരത്ത് ചോദിച്ചു, പാസ്റ്റർ ജി, യു ആർ ഓൾവേസ് കോളിങ് യുവർ വൈഫ് എഡി ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എഡി? അച്ചായൻ ആരാ മോൻ എന്നറിയാമോ? പാസ്റ്റർ അച്ചായൻ പറഞ്ഞു, യു പീപ്പിൾ ഓൾവേസ് കോൾ ഹണി ആൻഡ് യുവർ ഹണി ഈസ് അവർ എഡി. ഏതായാലും എടിയേ വിളിച്ചു. എടി അങ്ങേ അറ്റത്ത് നിൽക്കുകയല്ലേ. എടി വന്നു ഓടി ദോശ കിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാളിങ്ങനെ കതക് തുറന്ന് നിൽക്കുക. പാതി തല തോർത്തില്ലല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, എടി അതിങ്ങോട്ട് താടി, എടി അതിങ്ങോട്ട് തരാൻ, എടി അതിങ്ങോട്ട് താടി. ഇവിടെ എന്ത് ചോദിച്ചു? എന്തോ മനുഷ്യ, എടി അതിങ്ങോട്ട് താടി. അപ്പം ഇവിടെ കൈ ചട്ടുകൊണ്ടായിരുന്നു ദോശ കിട്ടണം. അപ്പം ഇവള് ചോദിച്ചു, ഇതാണോ മനുഷ്യ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ലെങ്കിലും നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൾ പറഞ്ഞു, വല്ലതും പറയാനുണ്ടെ എന്നെ പറഞ്ഞോണം, പക്ഷേ എൻ്റെ വീട്ടുകാരെ എന്ത് ചെയ്യരുത്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആരെ പറയണം? പിള്ളേർക്കറിയാവോ? നമ്മൾ ചിലപ്പം ദേഷ്യം വരും പറയുന്നത്, എടാ കൂടുതൽ എന്നോട് പറയണ്ട, നീ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഈ പള്ളിയിൽ പോയി പറയാൻ പറയുന്നത് എന്തിനാ? അച്ഛനോടാ? അല്ല. അപ്പനെ അടക്കിയേക്കുന്ന എവിടാ? വല്യപ്പൻ കിടക്കുന്ന എവിടാ? ഒരു 3-4 തന്തയ്ക്ക് ഒറ്റയടിക്ക് വിളിക്കുന്നതിൻ്റെ പേരാണ്. ഇനി ഇത് പഠിച്ചിട്ട് പോയി പറയല്ലേ. ക്ഷമയുടെ നിയമമാണ്. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്ന്. അപ്പം അപ്പന്മാരെല്ലാം കിടക്കുന്ന എവിടാ? പള്ളിയിലല്ലേ. അപ്പം ഇവള് പറഞ്ഞു, വല്ലതും പറയാനുണ്ട് എന്നെ പറഞ്ഞോണം, പക്ഷെ ആരെ പറയല്ലേ? വീട്ടുകാരെ പറയല്ലേ. അപ്പം ഇവള് ചോദിച്ചു, പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? ഇവൾ ആ ചട്ടുകം പിടിച്ചോണ്ട് പറഞ്ഞു, നിങ്ങളുടെ തള്ളയുടെ വിശേഷം എന്നെ കൊണ്ട് കൂടുതലൊന്നും എന്ത് ചെയ്യരുത്, വായിപ്പിക്കരുത്. കഴിക്കാൻ വന്നപ്പം കരിഞ്ഞ ദോശ എടുക്കേ ഒരേറ്. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ആ പിണക്ക് എത്ര ദിവസം നിൽക്കും? മിനിമം പറഞ്ഞു 2 ദിവസമോ? എന്ത് എളുപ്പമായിരുന്നു. ഇത്രയും പറഞ്ഞ ആ പിണക്കം തീരാൻ എത്ര ദിവസം എടുക്കും? സഹോദരിമാർ തന്നെ പറ, എത്ര ദിവസം എടുക്കും? ഏറ്റവും കൂടുതൽ പിണങ്ങിയിരിക്കുന്നത് സഹോദരന്മാരാണോ സഹോദരിമാരാണോ? സമ്മതിച്ചേ?
ഞങ്ങൾ സഹോദരന്മാർ പറഞ്ഞ നിങ്ങൾ തന്നെ പറയത്തില്ല, മനുഷ്യ ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ നിങ്ങളിങ്ങനെ എന്ത് ചെയ്യരുത്, പറയുമോ ഇല്ലയോ? പറയത്തില്ലേ? അപ്പം ഒരു ദിവസം ഒരു അച്ചായനെ ഈ സഹോദരി എന്ത് ചെയ്താൽ മിണ്ടുന്നില്ല. പുള്ളി അങ്ങ് മട്ടുത്ത് ഇവിടെ പുറകെ നടന്നിട്ട് മിണ്ടുന്നില്ല. ഒടുവിൽ അവളെ മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇയാളൊരു കാര്യം ചെയ്തു. അയാൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. അയാൾ അവസാനം മെത്ത പൊക്കി തപ്പി, മേശയുടെ ഡ്രോ തുറന്ന് തപ്പി, അലമാരി മുഴുവൻ തുറന്ന് തപ്പി, കട്ടിൻ്റെ കീഴെ കയറി തപ്പി, തട്ടുംപുറത്ത് കയറി തപ്പി, തപ്പോട് തപ്പ. ഇവക്കൊരു പിടിയും കിട്ടുന്നില്ല, അയാളെന്തോ തപ്പുന്നു. ഒടുവിൽ ഗതികെട്ട് സഹികെട്ട് അവൾ അയാളോട് ചോദിച്ചു, മനുഷ്യ അങ്ങ് പറ, എന്തോ ഈ തപ്പുന്നേ? അയാൾ പറഞ്ഞു, കെട്ടിപ്പോയി, നിന്റെ നാക്ക് തപ്പിയതാ, നിന്റെ നാക്ക് തപ്പിയതാ. അപ്പോൾ മനുഷ്യൻ ഇങ്ങനെ പിണങ്ങിയിരിക്കും. ദൈവത്തെ ഓർത്ത് ഒരു ദിവസം പോലും എന്ത് ചെയ്യരുത്, പിണങ്ങരുത്. ക്ഷമ ആദ്യം അങ്ങ് പറഞ്ഞേക്കണം. എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അവിടെ കൊണ്ട് തീരത്തില്ലേ. ക്ഷമ പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യനോടൊന്നും തിരിച്ചും പറയരുത്. കാരണം ഏറ്റവും നല്ലൊരു വാക്കാണ് ലോകത്തിലെ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഇവിടെ കർത്താവ് ആ ക്ഷമയുടെ നിയമം പഠിക്കുക. നമ്മുടെ ഒരു ആയുസ്സിൽ ഭയങ്കര പിണക്കവും വഴക്കും ഒക്കെ ആയിട്ടാണ് ലൈഫും സഭയും ഒക്കെ. നമ്മൾ ഒത്തിരി പിണങ്ങി സമയം കളയുന്നവരാ. പിണങ്ങി ദൈവത്തെ ഓർത്ത് സമയം കളയരുത്. നിങ്ങൾക്ക് ഞാനൊരു എക്സസൈസ് തരാം, വീട്ടിൽ പോയി നോക്കണം കേട്ടോ. എൻ്റെ പ്രായമുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്, എൻ്റെ ബാച്ചിൽ പഠിച്ചവർ. നമ്മുടെ എല്ലാ അനുഭവമാണ്. നമുക്ക് മാക്സിമം എത്ര വയസ്സ് വരെ ജീവിക്കാം ആരോഗ്യത്തോടെ? 70 ഏറെയായ 80. ആരോഗ്യം 80 വരെ കാണുമോ? ഇല്ല. ഇപ്പോഴേ 50 ആകുന്നതിന് മുമ്പ് തന്നെ ഡയബറ്റിക് ഇൻസുലിനായി, HbA1c തെങ്ങിൻ്റെ മണ്ട നിൽക്കുക അല്ലേ. പിന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിയപ്പം കുറവായിരുന്നു. കാരണം നാളെ നോക്കണമെങ്കിൽ ഇന്ന് ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും. നാളെ നമുക്കെല്ലാം പേടിയാണ്. നാളെ ഒന്ന് നോക്കണം, ഇന്ന് നമ്മൾ എന്താകും? ഡീസൻ്റ് ആയിരിക്കും. നേരത്തെ കഴിച്ചു ഭയങ്കര താണ്ട് കുറഞ്ഞു, നമ്മുടെ ഒരു സമാധാനം. അപ്പം എന്നാലും നമുക്കൊരു ആരോഗ്യമുള്ള ആയുസ് 10-70 ഉള്ളൂ. എന്നാലും പോട്ട് 80 വരെ അങ്ങ് ജീവിക്കാം. 80 വരെ ജീവിച്ചാൽ 29,200 ദിവസമുള്ളൂ. ഇനിയും നമുക്ക് എത്ര ദിവസം ഉണ്ടെന്ന് തീരുമാനിക്കാം. 80 മൈനസ് ഇപ്പോഴത്തെ പ്രായം, അതായത് എനിക്ക് 53 വയസ്സായി. ഇപ്പോഴത്തെ പ്രായം ഇൻറ്റു 365. എനിക്കിനി 27 വർഷം കൂടെ ഉള്ളൂ 80 വരെ പോയാൽ. 53ഉം 7 അല്ലേ, പിന്നെ 60, 70, 80, 27 വർഷമുള്ളൂ. 27 × 365 കറഷ്ടിച്ചൊരു 10,000-12,000 ദിവസമുള്ളൂ. ഇത്രയല്ലേ ഉള്ളൂ. ഇന്ന് വീട്ടിൽ പോയിട്ട് കൂട്ടണേ. മനസ്സിലായോ? നിങ്ങളുടെ ആയുസ് നിങ്ങളുടെ കെട്ടിയോൻ്റെ ആയുസ്. പക്ഷെ കെട്ടിയോൻ അത്രയും ദിവസം ഒന്നിച്ച് കാണത്തില്ല. കാരണം പുള്ളി 5-6 വയസ്സ് മൂത്തല്ലേ. പുള്ളി 5-6 വയസ്സ് മൂത്തായതുകൊണ്ട് പുള്ളി പെട്ടെന്ന് പോത്തില്ലേ? സങ്കടമായോ? പ്രായം അനുസരിച്ചാണ് പോകുന്നെങ്കിൽ പുള്ളി ഒരു 6 വർഷം മൂത്തല്ലേ. ഇളയതാണോ? ആരോടും പറയരുത്. അപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് പോത്തില്ലേ. അപ്പോൾ അതുകൂടെ കുറച്ച് കൂട്ടിയാൽ ഇനി എത്ര ദിവസമുണ്ട്? അത് കൂട്ടിയാൽ കാണാം 5,000 ദിവസം, 6,000 ദിവസം, 7,000 ദിവസമുള്ളൂ. ഈ ദിവസം ഇനി എന്ത് ചെയ്യരുത്? പിണങ്ങരുത്. ഞാൻ ഭയങ്കര പിണക്കക്കാരനായിരുന്നു. പിണക്കെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കത്തില്ല. ഞാൻ ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇച്ചിരി ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥന കഴിഞ്ഞ് 2-1 മണി കഴിയുമ്പോൾ കിടക്കുന്ന പിള്ളേരുണ്ട്, അവരുടെ കൂടെ ഞാനും ആ സെറ്റിയെല്ലാം കിടക്കും. അപ്പോൾ ഒരു ദിവസം ഞാനും ഭാര്യയും കൂടി ഇങ്ങനെ ഇരുന്ന് കണക്ക് കൂട്ടി. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് പിന്നെ ഒരു കാര്യം കൂടെ ചിന്തിച്ചു. പപ്പ 75 പോയി, അമ്മ 65 പോയി, എൻ്റെ തമ്പുരാന് നമ്മളുടെ അപ്പം പോകും. എന്നാലും 80 ഇട്ടങ്ങ് കൂട്ടി, ആയുസിരിക്കട്ടെ. അപ്പോൾ ഇത്രയും ദിവസമല്ലേ ഉള്ളൂ. ഇതെല്ലാം ചിന്തിച്ചിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടിയൊരു കാര്യം. അടുത്തൊരു ദിവസം ഞാനിങ്ങനെ പിള്ളേരുടെ കൂടെ ഒത്തിരി പിള്ളേർ കാണും, അവിടെ കിടന്ന് സെറ്റിയെ കിടന്ന് ഉറങ്ങുക. ഇവളെന്നെ വന്ന് രാത്രി വിളിച്ചു, അച്ചാച്ചാ വന്ന് കിടക്കുക മുറിക്കകത്ത്. ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ കിടക്കുക. ഇവളെന്നെ പുതുക്കെ തോണ്ടിയിട്ട് പറഞ്ഞു, ഇത്രയും ദിവസമുള്ളൂ, എന്തോ വേണം തീരുമാനിച്ചോളാൻ പറഞ്ഞു. ഞാനൊരു ദിവസം ഇപ്പം പിണങ്ങി കിടക്കത്തില്ല. ഇത്രയും ദിവസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയും, നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കുറയ്ക്കുക. എല്ലാവരും മാക്സിമം ഒന്നിച്ച് ജീവിക്കുക. കാരണം എത്ര ദിവസമേ ഉള്ളൂ. ഒറ്റ ദിവസം എന്ത് ചെയ്യരുത്? പിണങ്ങരുത്. ഈ ഓട്ടോറിക്ഷയുടെ പുറകിൽ എഴുതിയിട്ടുണ്ട്, ചിരിക്കൂ, പിണങ്ങാൻ എനിക്ക് നേരെയില്ല. ചിരിക്കൂ, പിണങ്ങാൻ
നേരെയില്ല, കയ്യെ പിടിച്ചൊന്ന് പറഞ്ഞേര്, ചിരിക്കൂ, പിണങ്ങാൻ നേരെയില്ലെന്ന്. നമുക്ക് ആർക്കും നേരെയില്ല, കളയരുത്, ദിവസം കളയരുത്. പറ, 5-6 പേരോട് പറ, ചിരിക്ക്, പിണങ്ങാൻ എന്തില്ല. അപ്പോൾ ഈ സംയുക്ത സഭായത്തിൽ പങ്കെടുത്തിട്ട് പോയവരാരും ഒരു ദിവസം പോലും എന്ത് ചെയ്യരുത്, പിണങ്ങരുത്. സന്ധ്യയ്ക്ക് മുമ്പ് പറഞ്ഞേക്കണം, സോറി അങ്ങ് വിട്ട് കളാ എന്നൊന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ജയിക്കുകയാണ്. 8-ാം അധ്യായം, പുതിയ നിയമം. എന്തിൻ്റെ നിയമമാണ്? ക്ഷമയുടെ നിയമം. കര ഉയർത്തി സ്തോത്രം ചെയ്തേ. എന്തിൻ്റെ നിയമം? ക്ഷമയുടെ നിയമം. ഉറക്ക സ്തോത്രം ചെയ്തേ. ക്ഷമയുടെ നിയമമാണ്. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പുതിയ കാഴ്ചയാണ്. പിറവിയിലെ കുരുടനായൊരു മനുഷ്യൻ, ആ മനുഷ്യനെയാണ് നമ്മളവിടെ കാണുക. 9-ാം അധ്യായം. പിറവിയിലെ ആരാണ്? കർത്താവ് അവനെ സൗഖ്യമാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ വലിയൊരു കാര്യമുണ്ട്. ഈ പിറവിയിലെ കുരുടനെ കണ്ടപ്പോൾ അവർ ചോദിക്കുക, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കാം. പക്ഷെ പിറവിയിലെ കുരുടനായവൻ എപ്പം പാപം ചെയ്തെന്ന്? ഗർഭത്തിൽ വെച്ച് പാപം ചെയ്തോ? മുൻജന്മ പാപം ഇല്ലല്ലോ. അപ്പം പിന്നെന്താ പറയുക? മനുഷ്യൻ്റെ വിധിക്കുന്ന സ്വഭാവമാണ്. ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാർ. കർത്താവ് പറഞ്ഞു, അങ്ങനെയല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടാൻ വേണ്ടി കർത്താവ് അവനെ പോയിട്ട് കാഴ്ച കൊടുക്കുകയാണ്. ഈ കാഴ്ച കൊടുത്ത് വന്നപ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാകും. ഇവിടെ ഒരു പുതിയ കാഴ്ച കിട്ടി. നമ്മൾ മറ്റൊരു സംഭവത്തിൽ കാണുന്നുണ്ട്. ഒരു കുരുടൻ കർത്താവിൻ്റെ അടുക്ക വന്നു. കർത്താവിൻ്റെ അടുക്ക വന്നിട്ട് കർത്താവ് അവനെ തൊട്ടിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, കാണുന്നുണ്ട്. എങ്ങനെയാണ് കാണേ? മരത്തെ കാണുന്ന പോലെ. ആരെ കണ്ടു? മനുഷ്യനെ കണ്ടു. ഇതാണ് പ്രശ്നം. മരത്തെ കാണുന്ന പോലെ ആരെ കണ്ടു? മനുഷ്യനെ കണ്ടു. തടിക്കച്ചവടം അറിയാവുന്ന ആണുങ്ങൾ ഇതിനകത്ത് കാണണം, കുറച്ചെങ്കിലുമൊക്കെ. തടിയെ മതിക്കുന്നവരുണ്ട്, ഒറ്റ നോട്ടത്തിൽ തടി മതിക്കാൻ കഴിവുള്ളവരുണ്ട്. എല്ലാ വശമാണ് അവർ ഒരു നോട്ടത്തിൽ തടിയെ മതിക്കും. മിക്കവാറും ഒക്കെ ശരിയായിരിക്കും, ചിലപ്പോൾ ഒക്കെ വളരെ റയറായി കേട് വന്നതോ കാതിലില്ലാത്തതോ, പക്ഷെ അവർക്ക് മതിക്കാൻ അറിയാവുന്നവർ ഒരു പരിധി വരെ ശരിയായിരിക്കും. ഏതായാലും തടിയെ മതിക്കുന്നവർ തടിയെ നോക്കി മതിക്കും. ഇത് കൊള്ളാം, ഇത് കൊള്ളത്തില്ല, ഇത് കാതലുള്ളതാ, ഇതെന്താണ്? വെള്ളയാണ്, ഇത് ഈട്ടിയാണ്, ഇത് തേക്കാണ്, ഇത് നല്ല കാതലുള്ള പഴക്കമുള്ള തേക്ക, ഇത് പ്ലാവ, ഇത് ആഞ്ഞിലിയ, കൊള്ളാം, ഇത് മഹാഗണിയ, ഇച്ചിവിടെ വില കുറയും. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു, ഇത് വട്ടയ, ഇത് ആഴാന്തല, ഇതൊന്നിനും എന്ത് ചെയ്യത്തില്ല, കൊള്ളത്തില്ല. അപ്പം മരത്തെ മനുഷ്യൻ മതിക്കുന്നത് മൂല്യമനുസരിച്ച്. ഇവൻ ആദ്യത്തെ കാഴ്ചയെ കണ്ടു, മനുഷ്യനെ എന്തുപോലെ കണ്ടു? മരം പോലെ കണ്ടു. എന്താ ഇത്? ഓരോ മനുഷ്യരും ഇന്ന് അങ്ങനെയാ കാണുക. പ്രായമുള്ളവരെ കണ്ടൊക്കെ പറഞ്ഞു, പോയ കേസാ, കിളവന മെയിൻ സ്വിച്ച് ഫീസടിച്ച് പോകാറായി. പ്രായമുള്ളവരെ മനുഷ്യർക്കിന്ന് വേണ്ട. അനാഥാലയത്തിൽ പോകുന്നത് കാശില്ലാത്തവർ, വൃദ്ധസദനത്തിൽ പോകുന്നവർ കാശുള്ളവർ. അപ്പം മനുഷ്യരായ മനുഷ്യർക്ക് ഇന്ന് കാഴ്ച നഷ്ടപ്പെട്ടൊരു ലോക. ഇവർ മനുഷ്യരെ കാണുന്ന എന്തുപോലെ? മരം പോലെ. വേണ്ടാത്തവർ, അസുഖം, രോഗികളൊക്കെ വന്നാൽ പ്രായമായവരെ പലരും കാണാതെ പോകുന്നുണ്ട്. ഒത്തിരി പേര്, പ്രത്യേകിച്ച് മാതാപിതാക്കളെ. ഒരു കാര്യം എപ്പോഴും ഓർത്തോണേ, ഞാൻ എല്ലാ മനുഷ്യരോടും പറയുന്നൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെല്ലാം എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. 2010 എൻ്റെ അമ്മ മരിച്ചുപോയി. ഞാൻ വളരെ ലേറ്റായിട്ട് വീട്ടിൽ വരുന്ന ഒരാളാണ്. ശുശ്രൂഷയിലൊക്കെ അടയ്ക്കും, പോവുകയും വരികയൊക്കെ ചെയ്യും. അപ്പോൾ 2010 എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് വയ്യാതിരുന്ന സമയത്ത് പോലും എൻ്റെ വീടൊരു പഴയ വീടാണ്, അടിയടച്ച ഒരു വീടാണ്, ഒരു വളവിനാണ്. അപ്പോൾ ആ വളവിൻ്റെ അവിടെ വരുമ്പോൾ എല്ലാ വണ്ടിയും ചവിട്ടും. അപ്പം നമുക്ക് തോന്നും എല്ലാ വണ്ടിയും നിർത്തുവാണ്. അന്ന് എനിക്കൊരു ജീപ്പുണ്ട്, ഒരു കൊച്ചു ബൈക്കുണ്ട്. ഞാൻ കൂടുതലും ജീപ്പിലും ബൈക്കിലാണ് വരിക. പക്ഷേ ഇത്രയും വണ്ടി പോകുന്ന തിരുവല്ല റാന്നി റൂട്ടിൽ ഏത് രാത്രിയിലും എൻ്റെ വണ്ടി വരുമ്പോൾ എൻ്റെ അമ്മ കഥ ഉറക്കുമായിരുന്നു. എൻ്റെ വണ്ടി വരുമ്പോൾ എൻ്റെ അമ്മ കഥ ഉറക്കും. ഓണടിക്കണ്ട, വിളിക്കണ്ട. അമ്മ മെക്കാനിക്കൽ എഞ്ചിനീയർ ഒന്നും അല്ലെങ്കിലും മോൻ്റെ വണ്ടി വരുമ്പം കഥ ഉറക്കുമായിരുന്നു. കഥ ഉറക്കുന്ന ആരുണ്ടായിട്ടാണ്? അമ്മയുണ്ടായിട്ട്. 2010 അപ്പ മരിച്ചുപോയി. അത് കഴിഞ്ഞ് അപ്പയുണ്ടായിരുന്നു. ഞാനിതുപോലെ 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴാണ് വരിക, യോഗമൊക്കെ കഴിഞ്ഞ്. പപ്പ അതുവരെ ഇങ്ങനെ നോക്കിയിരിക്കും. ഞാനൊരു കാര്യം പറയാം, ഞാൻ അങ്ങോട്ട് കൺവെൻഷന് പോകുമ്പോൾ ഈ പാസ്റ്റർമാർ എന്നെ വിളിക്കും, സംഘാടകർ വിളിക്കും, പ്രിൻസ ചവിട്ടി വിട്ടോണം, കാപ്പുടിക്കാൻ പോലും നിർത്തരുത്, വിട്ടുപോരണം, ഇവിടെ എല്ലാം റെഡിയാണ്, നമ്മൾ വരുന്നു, കാപ്പ് കുടിക്കുന്നു, കയറുന്നു, ഒന്നിനും നിർത്തരുത്. ഞാൻ തിരിച്ചു പോകുമ്പം വീട്ടിൽ ചെന്നൊന്നും എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ഒന്നോ രണ്ടോ പേരൊഴിച്ച് ഞാൻ വീട്ടിൽ ചെന്നൊന്നും എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ചോദിക്കുമോ? പറ.
ചോദിക്കുമോ? ഇല്ല. ഞാൻ പ്രാർത്ഥിക്കാൻ ചിലയിടത്ത് നിന്ന് ആൾക്കാർ നിൽക്കുമ്പോൾ സംഘാടകർ വന്ന് എൻ്റെ പൈസ തന്നിട്ട് പറഞ്ഞു ഇരിക്കട്ടെ ഞങ്ങൾ പോവാം. അവരതിനു മുമ്പ് പോയി. സത്യമായിട്ട് ഞാനിതൊക്കെ കണ്ടിട്ടുള്ള. അവരതിനു മുമ്പേ സ്ഥലം വിട്ടു. നമ്മൾ തന്നെ ഗ്രൗണ്ടിൽ, നമ്മളും പ്രാർത്ഥിക്കാനുള്ളവരും തന്നെ ഗ്രൗണ്ടിൽ. അപ്പോൾ അവരെല്ലാവരും പോയി. പക്ഷേ വീട്ടിൽ ചെന്ന് വന്ന് ചോദിക്കാറില്ല. എൻ്റെ അപ്പനിങ്ങനെ നോക്കിയിരിക്കായിരുന്നു. 12 മണിയൊക്കെ ആകുമ്പം ഒരു കോള് വരും. അന്നേരത്തിന് അവസാനമൊക്കെ ആയപ്പോൾ ഓക്സിജൻ വേണമായിരുന്നു. അപ്പോൾ ഈ ഓക്സിജൻ സിലിണ്ടർ അടുത്ത് വെച്ചുകൊണ്ട് ആ കാൻവാസ് കസേര ഇരിക്കുക. എൻ്റെ വണ്ടി വരുമ്പോൾ 1 മണി 2 മണി ആകുമ്പം പതുക്കെ എഴുന്നേറ്റ് പോകും. എഴുന്നേറ്റ് പോകുമ്പം പറഞ്ഞാൽ മനസ്സിലാവും, കൈരിയല്ല ഇങ്ങനെ ഊർന്നു പോകും. കൈരി ഇങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആരെങ്കിലും കൂട്ടത്തിൽ ഓക്സിജൻ സിലിണ്ടർ തള്ളിക്കൊണ്ട് പോകും. 2 മണി വരെ നോക്കിയിരിക്കും. വരുമ്പോഴേ കിടക്കത്തുള്ളൂ. ഇന്ന് അപ്പം മരിച്ചു, ഞാൻ വരുമ്പോൾ ആരാ നോക്കിയിരിക്കുക? പിള്ളേർ നോക്കിയിരിക്കുമോ? ആരും നോക്കിയിരിക്കുക, അത് വേറെ കാര്യം. സത്യത്തിൽ ഇവരില്ലാത്തപ്പോൾ ആരാ നോക്കിയിരിക്കുക? അതുകൊണ്ടാണ് ഇപ്പോഴും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്, മനുഷ്യനെ മരം പോലെ കാണരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കഴിയുന്ന ഒരു കണ്ണാണ് കർത്താവ് ആഗ്രഹിക്കുക. പുതിയ കാഴ്ചയാണ്. അവർ മനുഷ്യനെ മരം പോലെ കണ്ടത്. ഇന്ന് ഈ പീഡനം ഉണ്ടാകാൻ കാര്യം എന്താ? പെണ്ണിനെ പെണ്ണായിട്ട് കാണുന്നുണ്ട്. പെണ്ണിനെ പെണ്ണായിട്ടാണോ ദൈവത്തിൻ്റെ സ്വരൂപമായിട്ടാണോ കണ്ടത്? സ്വരൂപമായിട്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, മൂത്തവരെ എങ്ങനെ കാണണം? അമ്മമാരെ പോലെ, ഇളയവരെ പൂർണ്ണ നിർമ്മലതയിൽ സഹോദരിമാരെ പോലെ. മനുഷ്യൻ്റെ ആയുസ്, ഈ മനുഷ്യൻ്റെ സ്വഭാവം പോലും. മലയാളികളുടെയൊക്കെ വാർത്ത കേട്ടാൽ അറിയാം. നല്ലൊരു പെൺകുട്ടി വരുമ്പോൾ, എനിക്കറിയത്തില്ല റിയാദിൽ എങ്ങനെയാണ്, ഞങ്ങളുടെ റാന്നിയിലെ പിള്ളേർ വരും, കൊള്ളാവട ഒന്നാന്തര ഉരുപ്പടിയാണ്. ഉരുപ്പടി എന്ന് പറയുന്ന വാക്ക് മരത്തിന് പറയുന്ന വാക്കല്ലേ? മരത്തിന് പറയുന്ന അതേ വാക്കാണ് ആർക്ക് പറയുക? പെണ്ണിന് പറയുക. ഒന്നാന്തര ഉരുപ്പടിയാണ്. ഒന്നാന്തരം ചരക്കാന്ന് പറയും. ചരക്ക് ഉരുപ്പടിയൊക്കെ വസ്തുവിന് പറയുന്ന വാക്കാണ്. ഇന്നും മനുഷ്യനെ കാണുന്നത് മരം പോലെ കാണുന്നത്. ഈ സമൂഹത്തിന് ഒരു പുതിയ കാഴ്ച വേണം. ആരെ കാണാൻ? മനുഷ്യനെ കാണാനുള്ളൊരു കാഴ്ച. കുറച്ചുകൂടെ നന്നായിട്ട് പ്രായമുള്ളവരെ കാണുവാൻ, കുറച്ചുകൂടെ നന്നായിട്ട് മാതാപിതാക്കളെ കാണുവാൻ, കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് സഹോദരങ്ങളെ കാണുവാൻ. കൂടപ്പിറപ്പുകളെയൊക്കെ ഭയങ്കര സ്നേഹമുള്ളവർ സാധാരണക്കാരാണ്. പക്ഷേ പലപ്പോഴും ഈ കൂടപ്പിറപ്പുകളുമായിട്ട് മിണ്ടാതിരിക്കുന്നത് പണമുള്ളവരാണോ പണം ഇല്ലാത്തവരാണോ? ഇട്ടുമൂടാൻ സ്വത്തുള്ളവർ പിണങ്ങുന്ന കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയാം? വസ്തുവിന് പിണങ്ങി. ഒരു ചേട്ടായി അനിയനും കൂടെ വസ്തു അപ്പം വീതം വെച്ചു. അപ്പോൾ അനിയൻ്റെ വീതത്തിൽ തേക്ക് കൂടുതലുണ്ട്. ചേട്ടന് ഈക്വൽ കൊടുത്തു, തേക്കെണ്ണം കുറവാണ്. അപ്പം ചേട്ടൻ കൊണ്ട് കേസ് കൊടുത്തു, തേക്കൂടെ വിഭജിക്കണം. ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, സിവിൽ കേസ് എത്ര നാൾ നീളും ചേട്ടാ? സിവിൽ കേസ് ഒത്തിരി നാൾ നീളും, അറിയാമല്ലോ. സിവിൽ കേസ് നീളും, വക്കീൽ എന്ത് പൈസ കൊണ്ടുപോകും? വിട്ടുകളാ. ഈ ചേട്ടനോട് പറയുക, മിടുക്കൻ ചേട്ടൻ, MBA-കാരനാ, കാശിഷ്ടം മുടക്കും. പാൻസറെ അതിനല്ലേ കേസ് കൊടുത്തേ? നീളട്ടങ്ങോട്ട് കേസ്. ഞാൻ ചോദിച്ചു, അതെന്നാ? കേസ് നീളും കൂടും, തേക്കിന് വണ്ണം കൂടുമെന്ന്. കേസ് നീളും കൂടും, നീളും തോറും തേക്കിന് എന്തോ കൂടും? വണ്ണം കൂടും. വക്കീലിൻ്റെ കാശ് അവത്തെ മുതലാക്കാം. ചേട്ടൻ മിടുക്കനല്ലേ? പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്, പാവം പിടിച്ച പിള്ളേർ വീതം വെക്കാൻ തുടങ്ങിയപ്പം 4 സെൻറ്റ് കീറണ്ട, വയ്യാത്ത ചേട്ടന് കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് തന്നെ വാടക വീട്ടിൽ പോയി താമസിക്കുന്ന അനിയന്മാർ. ആരോഗ്യമുണ്ട്, ഞാൻ ഉണ്ടാക്കിക്കോളാം, അവന് കൊടുത്തേക്കാൻ. ഇവരുടെ ഇടയിലുള്ള മൂല്യം എന്തുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും വിശ്വാസികളുടെ ഇടയിലില്ലാതെ പോകുന്നത്? കാണണം പ്രിയരെ, കൂടപ്പിറപ്പുകളെ കാണാൻ കുറച്ചുകൂടെ നല്ലൊരു കാഴ്ച കിട്ടണം. കൂടപ്പിറപ്പുകളെ കാണാൻ നല്ലൂടെ കാഴ്ച കിട്ടണം. കുഞ്ഞുങ്ങളെ കാണണ്ടേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, തമ്പുരാൻ തന്ന ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണാനുള്ള കഴിവ് കിട്ടണം. ഓരോ മക്കളും ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. അവരെക്കുറിച്ച് കർത്താവിന് വലിയ പദ്ധതികളുണ്ട്. അപ്പം നോക്കൂ, ദൈവത്തിൻ്റെ ദാനങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് മനുഷ്യരെ കാണുവാൻ. സ്വന്തം ഭാര്യയെ, ആരോഗ്യമില്ലാത്ത ഭാര്യയെ ഉപേക്ഷിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ തളർന്നു പോയ ഭാര്യമാരെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ കുഞ്ഞിലെ ഞാൻ കണ്ടൊരു കാഴ്ച, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണ സ്വപ്നങ്ങളൊക്കെ എല്ലാ മനുഷ്യരെ പോലെയും എൻ്റെ മനസ്സിനകത്തും പൂവണിയുന്ന ഒരു സമയം, കല്യാണത്തിൻ്റെയൊക്കെ ഏകദേശം പ്രായമായൊരു സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു. എൻ്റെ നാട്ടിൽ വലിയ നല്ല നിലയിലുണ്ടായിരുന്ന, കാശായിട്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബം. അവർ ഭയങ്കര ഇമ്മൻസിലി റിച്ചായിരുന്നു. അന്ന് അവർക്ക് അംബാസഡർ കാറും വീടിൻ്റെ മുമ്പിൽ ഒരു വലിയ ടെമ്പോ വാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ വാർത്ത കെട്ടിടമൊക്കെ ഉണ്ടായിരുന്നവർ. അവിടുത്തെ പെൺകുട്ടികൾ അന്ന് ഞങ്ങൾ പഠിച്ച സ്കൂളിൽ അംബാസഡർ കാറയിലാണ് അവരെ കൊണ്ടിറക്കുക. അങ്ങനെ കാശുണ്ടായിരുന്ന ആ മക്കൾ, ഇവർ ദമാമിൽ നിന്നാണ് വരിക, അതുകൊണ്ടാണ് താമസിച്ചത്. അത്രയും ദൂരത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. അപ്പോൾ അവരൊത്തിരി ദൂരത്തുനിന്ന് വന്നതാണ്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു കയ്യടി കൊടുത്തേ അവർക്ക്. അത്രയും ദൂരെ നിന്ന് വന്നതാണ്.
രാവിലെ യാത്ര തിരിച്ചാണ്, എന്നാലും അവരെത്തിച്ചേർന്നല്ലോ, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അവരെൻ്റെ കൂടെ ഇങ്ങനെ അവിടെ, പക്ഷെ പെട്ടെന്ന് അവരുടെ ഭാര്യ, ഈ ആരോഗ്യമുള്ളൊരു ഭാര്യയായിരുന്നു, പക്ഷേ എന്തോ പറ്റിയെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കണേ, അവരുടെ ഒരു ന്യൂറോ പ്രോബ്ലം ഉണ്ടായി ഈ ആൻറ്റിക്ക്. അവിടെ ന്യൂറോ പ്രോബ്ലത്തിൽ അവിടെ ഞരമ്പ് ചുരുങ്ങിപ്പോയി, ഇങ്ങനെ അങ്ങ് ഷ്രിങ്കാവും. അതോടുകൂടി അവിടെ ബിസിനസ് പൊട്ടി, അവിടെ വീട് വിറ്റു, വണ്ടി വിറ്റു, എല്ലാം വിറ്റു. എന്നിട്ട് അവർ ഒരു വാടക വീട്ടിൽ താമസമായി. വാടക കൊടുക്കാനില്ലാതായപ്പോൾ വാടകയുടെ ഉടമസ്ഥൻ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അന്നേരം എൻ്റെ അമ്മ ഒരു ദർശനം കണ്ട് ഇവരെക്കുറിച്ച്, ഇവർ ആത്മഹത്യയായിരിക്കുക. അങ്ങനെ എൻ്റെ അമ്മ ആ വീട്ടിൽ പോയി. അമ്മയ്ക്ക് അങ്ങനെ ഒരു ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ വീട്ടിൽ ചെല്ലാനുള്ളൊരു കൃപ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അവിടെ ചെന്ന് ഇവരെ കണ്ടു. എന്നിട്ട് ഈ തളർന്നു കിടക്കുന്ന അമ്മയും ഈ ആരോഗ്യമുള്ള ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൂടെ വീട്ടിൽ കൊണ്ടു. കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് ഞാൻ വരുന്ന സമയമൊക്കെ ആയപ്പോഴത്തേനും അവരുടെ അമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിൽ പോയി. പക്ഷേ ഈ അമ്മയും ഈ അച്ഛനും കൂടെ എൻ്റെ വീട്ടിൽ താമസിച്ചു. ഞങ്ങളുടെ വീട് ഒരു കൊച്ചു വീടാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുറിയിൽ അവർ, ഒരു മുറിയിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു കാഴ്ച. ഇവർക്ക് ഈ ഷ്രിങ്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വായിന്നൊരു നൊരയും പതയും വരും, അതിനൊരു വല്ലാത്ത മണമാണ്. ആ സമയത്തും എന്നിട്ട് ഈ വിരളെല്ലാം ചുരുണ്ടു പോകും. ഇയാൾ ഓരോ വിരളും ഇരുന്ന് തിരുമ്മി നിവർക്കും. 5 മണിക്കൂറൊക്കെ എടുത്ത ഓരോ വിരളും തിരുമ്മി നിവർക്കുന്നു. അപ്പോൾ തന്നെ അടുത്ത എപ്പിസോഡ് ഉണ്ടാവും, വീണ്ടും ചുരുങ്ങും. അയാൾ മൂത്രം ഒഴിക്കാൻ പുറത്തിറങ്ങാതെ പകലും രാത്രിയിലും ഈ സ്ത്രീയുടെ അടുത്ത് ഇരിക്കുന്ന കണ്ടപ്പോൾ ആരോഗ്യമുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് കെഞ്ചുക, എടോ മനുഷ്യ ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കുക. താൻ ഇവിടെ ഒന്നും പ്രതീക്ഷിക്കാത്ത ആ സ്ത്രീയുടെ, അയാൾ ഒരിക്കൽ പോലും പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അയാൾ പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അയാൾ ഞാൻ ക്രിസ്തുവിനെ കണ്ടു. കാരണം ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത, തുപ്പൽ വരുമ്പോൾ നാറ്റം വരുന്ന ആ സ്ത്രീയുടെ അടുക്കൽ മണിക്കൂറുകളിരുന്ന് തിരുമുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് പിടികിട്ടി, അയാൾക്കൊരു പുതിയ കാഴ്ച കിട്ടി. ആരെ കാണാൻ? ഇവളെ കാണാനുള്ളൊരു കാഴ്ച. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം പുതിയ കാഴ്ചയ്ക്ക് വേണ്ടി. കരമുയർത്തി പ്രാർത്ഥിച്ച് പുതിയൊരു കാഴ്ച. അനുഭവങ്ങൾ പറയുകയാണ്. എന്തിനാ? കുറച്ചുകൂടെ മെസ്സേജ് മനസ്സിൽ തട്ടാൻ വേണ്ടി. പിറവത്തിനടുത്തൊരു സ്ഥലത്ത് ഇളിവിനായി ഞാൻ പ്രസംഗിക്കാൻ പോയി, ശുശ്രൂഷിക്കാൻ. കൺവെൻഷൻ നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഒരു റബ്ബറും തോട്ടത്തിൽ നടക്കുന്ന കൺവെൻഷൻ്റെ സൈഡിൽ മരത്തെ ഒരു കാലൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് കൈരിയൊക്കെ കൊടുത്ത് ഒരു അധികായനായ മനുഷ്യൻ നിൽക്കുന്നു. ഒരു 6 അടി 2 ഇഞ്ച് പൊക്കം, കപ്പട മീശ, മുട്ടനൊരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് അയാളെ കണ്ടപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ചു, ഇത് ആരായിരിക്കാം. പക്ഷെ നിങ്ങൾക്കറിയോ, യോഗം കഴിഞ്ഞപ്പോൾ എന്നോട് യോഗം നടത്തിയ പാസ്റ്റർ പറഞ്ഞു, ഇവർ ഓർത്തഡോക്സുകാരാണ്, ഇവരാണ് നമുക്ക് ഈ സ്ഥലം തന്നത്, അവിടെ ഒരു അമ്മയുണ്ട്, ഒന്ന് കണ്ടിട്ട് പോകാം. ഞങ്ങൾ കണ്ടു. ഞാൻ ചെന്നപ്പം 98 വയസ്സുള്ള അമ്മച്ചി കട്ടിലേക്ക് കിടക്കുക. മറവിയാണ്, മറവിയുടെ ലോകത്താണ്. മറവി എന്നുള്ള അസുഖമാണ് അമ്മച്ചിക്ക്, ഡെമെൻഷ്യ, അൽഷമിസ് അല്ലേ, ആ അസുഖമാണ്. അമ്മച്ചി ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു, ഞാൻ ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രാത്രിയിൽ ആ അമ്മച്ചി ഉറങ്ങുകയാണ്, കട്ടിലിന് ചുറ്റും റെയിലൊക്കെ കെട്ടിയിട്ടുണ്ട്, അമ്മച്ചി ചാടി പോകാതിരിക്കാൻ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഇങ്ങനെ, കർത്താവേ, മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായ 80, ദീർഘായുസ് കൊടുത്ത് 98 വയസ്സായി മറവിയുടെ ലോകത്തേക്ക് വഴുതി വീണ ഈ അമ്മയുടെ മേൽ കരുണ കാണിക്കണം കർത്താവെ, അധികം കഷ്ടത്തിലാക്കാതെ കർത്താവ് ഇവരെ എടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ബലിഷ്ഠകായനായ ആ മനുഷ്യൻ എൻ്റെ പെടലിക്ക് പിടിച്ചു. ഒറ്റ പിഴി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ എന്നോട് പറയുക, സെഞ്ചുറി അടിക്കാൻ പ്രാർത്ഥിക്കുക, മറിച്ച് പ്രാർത്ഥിക്കല്ലേ. സെഞ്ചുറി അടിക്കാൻ പ്രാർത്ഥിക്കുക, മറിച്ച് പ്രാർത്ഥിക്കല്ലേ. ഞെട്ടിപ്പോയി ഞാൻ. ഇറങ്ങിയപ്പോൾ ആ സാധാരണക്കാരൻ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയാണ്. അമ്മയ്ക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയാണ്. കാണാം കാഴ്ച. കരമെല്ലാം ഉയർത്തി പ്രാർത്ഥിച്ച് കാണാൻ കാഴ്ച കിട്ടാൻ തമ്പുരാൻ വിളിക്കുക. കുറച്ചുകൂടെ കൂടപ്പുറപ്പിനെ കാണാൻ, കുറച്ചുകൂടെ മനുഷ്യനെ കാണാൻ, കുറച്ചുകൂടെ ക്ഷീണിച്ചു പോയ ജീവിത പങ്കാളിയെ കാണാൻ, കുറച്ചുകൂടെ വൃദ്ധ മാതാപിതാക്കളെ കാണാൻ, കുറച്ചുകൂടെ ദൈവദാസന്മാരെ കാണാൻ, അവരുടെ കഷ്ടപ്പാടിനെ കാണാൻ, കുറച്ചുകൂടെ കൂട്ടായ്മക്കാരെ കാണാൻ. കാഴ്ച. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് കണ്ണു തെളിയണം. എല്ലാവരുടെയും കണ്ണു തെളിയണം. സ്വന്തം ഭാര്യയെ ഉള്ളുകൊണ്ട് കണ്ടവൻ ഒരിക്കലും പരസ്ത്രീയെ നോക്കില്ല, ജീവിതത്തിൽ ഇടറത്തില്ല. സ്വന്തം ഭർത്താവിനെ ഉള്ളുകൊണ്ട് കണ്ട ഒരുവളും തെറ്റത്തില്ല. സ്വന്തം അപ്പനെ അമ്മയും കണ്ട ഒരു മക്കളും എവിടെ പോയാലും തെറ്റിപ്പോത്തില്ല.
നമുക്കെല്ലാം പേടിയായി. മക്കളൊക്കെ മംഗലാപുരത്തും ബാംഗ്ലൂരും ഒക്കെ പോകുമ്പോൾ എൻ്റെ മക്കളും ശ്രദ്ധിക്കണം, തെറ്റില്ല. കൊച്ചൻ പഠിക്കാൻ MBBS പോയി കേട്ടോ, അവനെ മിടുക്കനായിരുന്നു. എൻട്രൻസ് എഴുതി പോയ കുഞ്ഞ് അവിടെ ചെന്നപ്പോൾ NRI പിള്ളേരാ, NRI കോട്ടെ വന്ന പിള്ളേരെല്ലാം ഉണ്ട്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള പിള്ളേരൊക്കെയല്ലേ മെഡിസിന് വന്നേക്കുന്നത്. അവർക്കെല്ലാം ബർത്ത്ഡേക്കും പാർട്ടിയാണ്. പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ആട്ടിപ്പൊളി ബിയറും മദ്യവും ഒക്കെ ഒഴുകുന്ന പാർട്ടിയാണ്, പൈസയുള്ളവരാ. ഈ മോന് ഗ്രാമത്തിൽ നിന്ന് വന്നവനാ, അവൻ അപ്പനൊരു കത്തെഴുതി, അപ്പാ ഡോക്ടറായില്ലെങ്കിലും സാരമില്ല, പിടിച്ചു നിൽക്കാൻ പാടാ, കുടിയനാകാതിരിക്കുന്നതല്ലേ നല്ലത്, ഞാൻ കിറ്റ് ചെയ്യുക. അപ്പം തിരിച്ചു പറഞ്ഞു, മോൻ കിറ്റ് ചെയ്യരുത്, എൻ്റെ മോനൊരു കുഴപ്പം വരില്ല. ഒരാഴ്ച കഴിഞ്ഞില്ല, അവൻ്റെ കോളേജിൻ്റെ ഹോസ്റ്റലിൽ അവനൊരു പാഴ്സൽ ചെന്ന് തുറന്നു നോക്കിയപ്പം ഒരു വലിയ ഫോട്ടോ ഫ്രെയിം ചെയ്ത് അയച്ചു കൊടുത്തേക്കുക. അതിനകത്ത് ഫോട്ടോ അവൻ തുറന്നു നോക്കിയപ്പോൾ എന്താണെന്നറിയാമോ? ഇപ്പോഴും ക്വാറിയുണ്ട്, ഇപ്പം ക്വാറിയാണ്, വലിയ ക്രഷറുകളാണ്. പണ്ട് ക്വാറികളുണ്ട്, ഓർമ്മയുണ്ടോ? വെടിവെച്ച് പൊട്ടിക്കുന്നത്. അതിൻ്റെ ചുവട്ടിൽ കരിങ്കൽ ഇങ്ങനെ കിടക്കും, അവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഓരോ മനുഷ്യരിരിക്കും. 3/4 ഇഞ്ചും 1 ഇഞ്ചും ഒക്കെ എങ്ങനെ അടിക്കുന്നേ? ചുറ്റി കൊണ്ട് അടിക്കുന്ന കണ്ടിട്ടുള്ളവരുണ്ടേ ഒന്ന് കൈപൊക്കാവോ? ചുറ്റി കൊണ്ട് ഉണ്ട്, കാണണം. ക്രഷർ പോലല്ല, ചുറ്റി കൊണ്ട്. അപ്പം ഭയങ്കര ചെങ്കുത്തായ പാറയുടെ മുമ്പിൽ ചുറ്റിയെ കടിക്കുന്ന ഒരു കനം കുറഞ്ഞ മനുഷ്യൻ കുത്തിപ്പിടിച്ചിരിക്കുക. ഉച്ചവെയില, പുറകിലൊരു ഓലക്കീറ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, തെറ്റുമെന്ന് തോന്നുമ്പം ഈ ഫോട്ടോയിലും നോക്കിയാൽ മതി, കുടിക്കണമെന്ന് തോന്നുമ്പം ഈ ഫോട്ടോയിലും നോക്കിയാൽ മതി. കുഞ്ഞ് കുടിക്കില്ല, അപ്പനെ കണ്ടവൻ തെറ്റില്ല, അമ്മയെ ഓർക്കുന്നവൻ തെറ്റില്ല. കാഴ്ച കിട്ടാൻ പ്രാർത്ഥിച്ചേ. അതിലൊക്കെ ഉപരിയാ, എനിക്ക് വേണ്ടി കാൽവറി കുരിശിലേക്ക് വീണും എഴുന്നേറ്റും നടന്നുപോയ ഒരു കർത്താവിനെ കണ്ടവൻ തെറ്റില്ല. കുരിശും നിജ തോളിലെടു ഒരു വെങ്കീരിമേ കയറി പോകുന്ന കാഴ്ച കാൺമീ. കുരിശും നിജ തോളിലെടു തോരു വെങ്കീരിമേ കയറി പോകുന്ന. അവർ കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ കുരിശെടുത്ത് തൻ്റെ തോളിൽ തന്നെ വെച്ചു കൊടുത്തു. 2 രീതി ക്രൂശീകരണം കൊണ്ടുപോകാറുണ്ട്. ഒന്നിൽ തോളി വെച്ചുകൊണ്ട് പോകുക, എന്നാൽ ചിലപ്പം കുറുകിയ ഈ തണ്ട് നേരത്തെ കുഴിച്ചിടും, കുറിയ തണ്ട് ചിലരുടെ തോളിൽ വെച്ച് കെട്ടും. രണ്ടാമതേലും ഭാരമുള്ളൊരു കുരിശ് പുറകിലിരിക്കുമ്പോൾ വീഴുന്ന വ്യക്തി ഒരിക്കലും പുറമോട്ട് വീഴില്ല. എങ്ങോട്ട് വീഴത്തുള്ളൂ? മുമ്പോട്ട് വീഴത്തുള്ളൂ. കൈകൾ കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൈ കുത്തുന്നതിന് മുമ്പ് മുഖമടിച്ച് വീണായിരിക്കാം. അവനെ കണ്ടാൽ ആളറിയാത്തവനെ പോലായി. അവൻ്റെ സൗന്ദര്യം എന്തായിരുന്നറിയാമോ? എൻ്റെ പ്രിയൻ വെണ്മയും ചുമപ്പുള്ളവൻ, 10,000 അതിശ്രേഷ്ഠൻ. പക്ഷെ ഇന്നാലോ അവനെ കണ്ടാൽ ആളറിയാത്തവനെ പോലെ വിരൂപനായി. എന്തിനാ തമ്പുരാൻ വിരൂപനായത്? എനിക്കും നിനക്കും വേണ്ടി വിരൂപനായി. ആ കർത്താവിനെ കണ്ടവൻ ഒരിക്കലും ഇടറത്തില്ല. ആ കർത്താവിനെ കണ്ടവൻ ഒരിക്കലും ദൈവത്തെ വിട്ടു പോകില്ല. കുരിശും നിജ തോളിലെടു ഒരു വെങ്കീരിമേ കയറി പോകുന്ന കാഴ്ച കാൺമീ. അവനീശസുതൻ മഹിമോന്നതനാം അവനീശ്വരനിൽ ബഹുവന്നിധനാം അവനീവിധവേള സമാനമു നതു കാൺമീ. പാപി കേളാമര കർത്താവിനെ കാണണം പുതിയൊരു കാഴ്ചയോടെ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വീണു എഴുന്നേറ്റ് കാൽവറി കുരിശിലേക്ക് പോയി 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ട് ഒടുവിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ദൈവമേ എന്നെ കൈവിട്ട് എന്തും ചോദിച്ചു സ്വന്തം തോളിൽ തല ചായ്ച്ച് മരിച്ച ക്രിസ്തു. ആ ക്രിസ്തുവിനെ കണ്ടവൻ ഒരിക്കലും ജീവിതത്തിൽ ഇടവത്തില്ല.
ആ കർത്താവിനെ കണ്ടവർ പാപം ചെയ്യില്ല. പാപം ചെയ്യരുതെന്ന് അവനോട് പറയണ്ട. അവൻ യേശുവിനെ കണ്ടവർ പാപം ചെയ്യില്ല. കർത്താവിനെ കണ്ടവർ സ്വന്തം അപ്പനെ കാണും കുറച്ചുകൂടെ നല്ല വ്യക്തമായിട്ട്. കർത്താവിനെ കണ്ടവർ കുറച്ചുകൂടെ അമ്മയെ കാണും. കർത്താവിനെ കണ്ടവർ കുറച്ചുകൂടെ ജീവിത പങ്കാളിയെ കാണും. കർത്താവിനെ കണ്ടവർ കുറച്ചുകൂടെ പേരൻസിനെ കാണും. കർത്താവിനെ കണ്ടവർ കുറച്ചുകൂടെ കുഞ്ഞുങ്ങളെ കാണും. കർത്താവിനെ കണ്ടവർ കുറച്ചുകൂടെ കൂട്ടായ്മക്കാരെ കാണും. കർത്താവിനെ കണ്ടവർ കുറച്ചുകൂടെ കൂടപ്പിറപ്പുകളെ കാണും. കർത്താവെ, എനിക്ക് കാഴ്ച കുറച്ചുകൂടെ കിട്ടണമേ. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം കരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ശാന്തമായി. എല്ലാ കുഞ്ഞുമക്കളും കുറച്ചുകൂടെ പേരൻസിനെ കാണാൻ. അവരെ കണ്ടവർ ഒരിക്കലും തെറ്റില്ല കേട്ടോ, തെറ്റില്ല. അമ്മ അറിയാതെ ആ ഹോസ്റ്റലിൽ വന്നു. അമ്മ ഞെട്ടിപ്പോയി. മൊത്തം വേണ്ടാത്ത സ്ത്രീകളുടെ ഫോട്ടോയാ ഒട്ടിച്ചേക്കുക. ഭിത്തി നിറച്ച് ഒട്ടിച്ചു വെച്ചേക്കുക പെൺകുട്ടികളുടെ വേണ്ടാത്ത ഫോട്ടോസ്. അമ്മ ഒന്നും പറഞ്ഞില്ല. തിരിച്ച് വീട്ടിൽ പോയിട്ട് ഇതുപോലൊരു ഫോട്ടോ എടുത്തു. ആ പഴയ ചെറ്റപ്പുരയ്ക്കകത്ത് ഇന്നുകൊണ്ട്. അന്ന് അവർക്ക് പാചകമില്ല. ആ താഴെയാ. ഇതൊന്നും പിള്ളേർക്ക് പറഞ്ഞാൽ അറിയില്ല. പാചകമില്ലാത്ത അടുപ്പിൽ ഗ്യാസല്ല. എന്നിട്ട് കുഴൽ വെച്ച് ഊതും. കണ്ടിട്ടുണ്ടോടാ? കുഴൽ വെച്ച് ഊതുമ്പം ഇതിൻ്റെ പുകയും ഇതെല്ലാം എവിടെ വന്നിരിക്കും? തലമുടിയായിരിക്കും. അങ്ങനെ പുക വെച്ച് ഇങ്ങനെ കുത്തി ഊതുന്ന ഒരമ്മയുടെ ഫോട്ടോ ആ അമ്മയുടെയാണ്. ഇതുപോലെ എടുത്ത് മോനെ അയച്ചു കൊടുത്തു. മോനത് ഭിത്തിയെ തൂക്കി. പക്ഷേ ഒരു കാര്യം ചെയ്തു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ പെണ്ണിനെ എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ പെണ്ണിനെ എടുത്തു കളഞ്ഞു. അവസാനം ആ മുറി അമ്മയുടെ ഫോട്ടോ അല്ലാതെ ഒരു ഫോട്ടോ ഇല്ല. ഈ അമ്മയുടെ ഒപ്പം വെക്കാൻ ഏത് പെണ്ണിൻ്റെ ഫോട്ടോയാ ഉള്ളേ? ഈ അമ്മയുടെ ഒപ്പം വെക്കാൻ ഏത് പെണ്ണിൻ്റെ ഫോട്ടോയാ ഉള്ളേ? ഒരു കാര്യം ഓർത്തോണേ, കർത്താവിനെ കണ്ടവർ മനുഷ്യനെ കാണും. കർത്താവിനെ കണ്ടവർ കുറച്ചുകൂടെ മനുഷ്യരെ കാണും. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ചില ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും അപ്പനും അമ്മയൊക്കെ ഒന്ന് ഓർത്തേ. അവർ മരിച്ചു പോയവരാണെങ്കിലും അവരെ ഒന്ന് ഓർത്തേ. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വിളിക്കാൻ. എത്രയോ പ്രവാസികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ഞാൻ ആരോടും പറയാതൊക്കെയായിരുന്നു വരുന്നത്. പറഞ്ഞാലൊരു കുഴപ്പമുണ്ട്, എത്ര വേണ്ടാന്ന് പറഞ്ഞാലും വെളുപ്പിനെ ഇങ്ങ് വരും. ആ വണ്ടി കാറിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് വിളിക്കാനാ. വരണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കുമോ? ഇല്ല, രാവിലെ ഇങ്ങ് വരികയാണ്. പക്ഷെ അവർ രണ്ടും മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങി വന്ന് ഊബർ പിടിച്ച് അതിൻ്റെ പുറകെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ എല്ലാവരും ഇറങ്ങി വരുമ്പം എയർപോർട്ടിൽ ഇങ്ങനെ എത്തി നോക്കി നിൽക്കുന്ന ഒരാളില്ലെങ്കിൽ, എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് എത്തി നോക്കി നിൽക്കുന്ന ഒരാളില്ലാത്തൊരവസ്ഥ. എത്തി ഇങ്ങനെ നോക്കത്തില്ലേ? അതൊന്നും ഇല്ലാതെ ഇങ്ങനെ വന്ന് ടാക്സി പിടിച്ച് പോകുമ്പോൾ കാണാം. ഉള്ളപ്പോക്കെ കുറച്ചുകൂടെ പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്. 9-ാം അധ്യായത്തിൽ പുതിയ കാഴ്ചയാണ്. 9-ാം അധ്യായത്തിൽ പുതിയ കാഴ്ച. കുറച്ചുകൂടെ ഒന്ന് കണ്ണ് തുറക്കണമേ. അതുകൊണ്ട് ഇതൊക്കെ വചനത്തിൽ വായിക്കുന്നുണ്ട്. കണ്ണിൽ തേക്കാൻ ലേപനം, കുറച്ചുകൂടെ തെളിയാൻ. ആ കാഴ്ച കിട്ടിയവനെ അവരൊരു കാര്യം ചെയ്തു. അപ്പോൾ അവൻ പറയുന്നൊരു വാക്കുണ്ട്, എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ വൺസ് ഐ വാസ് ബ്ലൈൻഡ് നൗ ഐ സീ. എനിക്കൊരിക്കൽ കാഴ്ചയില്ലായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ എന്ത് ചെയ്യാം? കാണാം. അത്രയേ ഉള്ളൂ അവൻ്റെ സാക്ഷ്യം. അവൻ ആരാ എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങളത് അവനോട് ചോദിക്കും. പക്ഷേ എനിക്ക് അവന് കാഴ്ചയില്ലായിരുന്നു, ഇപ്പം എനിക്ക് എന്ത് കിട്ടി? കാഴ്ച കിട്ടി. അവനെ അവർ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ അവിടെ കാണുക, അവർ അവനെ ദേവാലയത്തിൽ നിന്ന് എന്താക്കി? പുറത്താക്കി. ഈ പുറത്താക്കിയവനെ യേശു വഴി വെച്ച് കാണുന്നുണ്ട്. എന്നിട്ട് ജോനയും കമ്മ്യൂണിറ്റി തുടങ്ങുക. ഒരു കാര്യം ഓർത്തോണേ, പുതുജന്മം ഉണ്ടായിക്കഴിഞ്ഞാൽ പുതിയ ആരാധനയാണ്. പുതിയ ആരാധന ഉണ്ടായ പുതിയ പെരുന്നാളാണ്. പുതിയ പെരുന്നാൾ കിട്ടിയ പിന്നെ പുതിയ നിയമമാണ്. പുതിയ നിയമം കിട്ടിയ പുതിയ കാഴ്ചയാണ്. ഈ പുതിയ കാഴ്ച കിട്ടിയാൽ പിന്നെ പഴയ ദേവാലയത്തിൽ നിൽക്കത്തില്ല. അവരാ ദേവാലയം വിട്ടിറങ്ങി. അവരെ അവിടുന്ന് പുറത്താക്കിയവരെ കർത്താവ് വഴി വെച്ച് കണ്ടു. 10-ാം അധ്യായത്തിൽ നല്ല ഇടയന. പുതിയ കാഴ്ച കിട്ടിയവരെല്ലാം പുറത്താക്കപ്പെട്ടവർ ആ ദേവന് ചുറ്റും ഇടയന് ചുറ്റും ഇരുന്നു. പുതിയ നിയമസഭ അവിടെ ഉടലെടുക്കപ്പെടുകയാണ്. എന്താണ് പുതിയ നിയമസഭ? പുതിയ ഇടയന് ചുറ്റും അവൻ്റെ ശബ്ദം കേൾക്കാനിരിക്കുന്ന ഒരു സമൂഹമാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. അന്യൻ്റെ ശബ്ദം അവ അറിയായിക്കൊണ്ട് അവ അന്യനെ വിട്ട് എന്ത് ചെയ്യും?
ഓടിപ്പോകും. ഹല്ലേലൂയ. അവർ പുതിയ ഇടയൻ്റെ ചുറ്റിയിരിക്കുക. പുതിയ ഇടയൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പുതിയ ഇടയൻ ആടുകളെ എങ്ങനെ വിളിക്കും? പേർ ചൊല്ലി വിളിക്കും. എന്നിട്ട് അവൻ അവയ്ക്ക് മുമ്പായിട്ട് നടക്കും. അവ അന്യശബ്ദം അറിയായിക്കൊണ്ട് അവ അന്യനെ വിട്ട് ഓടിപ്പോകും. അങ്ങനെയല്ലേ? ഇടയൻ്റെ ശബ്ദം കേൾക്കും. ഇടയൻ്റെ ശബ്ദം ഇടയൻ പേരിട്ട് വിളിക്കും. ഇടയൻ എന്ത് വിളിക്കും? പേര് ചൊല്ലി വിളിക്കും. പറഞ്ഞേ, ഇടയൻ എന്ത് വിളിക്കും? പേര് ചൊല്ലി വിളിക്കും. നമ്മുടെ ഇടയന് പേരറിയാവുന്ന ഏത് പേരറിയാമെന്നറിയാം? ഓമന പേരറിയാം. ഓമന പേരറിയാം. ഞാൻ എത്രയോ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ പാസ്റ്റർ ഞങ്ങൾ നടത്തിയ ഒരു കൺവെൻഷനിൽ പാസ്റ്റർ ലാസർ വി മാത്യു പ്രസംഗിക്കുക. അപ്പോൾ അവിടുത്തെ ആ വീട്ടിലെ അമ്മയ്ക്ക് വീട്ടിലിട്ട മാമോദിസായിക്കിട്ട പേരുണ്ട് മറിയാമ്മ. ബാക്കി പേരെ എല്ലാവർക്കും അറിയത്തുള്ളൂ. പക്ഷേ ലാസറച്ചായും വിളിച്ചു, ഇതിനിടയ്ക്ക് എൻ്റെ പൊന്നു മറിയാമ്മ, നീ ഇനി സ്നാനപ്പെടണ്ടേ, ഇറങ്ങി വരാൻ. അമ്മച്ചി ചാടി ഇറങ്ങി വന്നു. കാരണം മറിയാമ്മ എന്നുള്ള പേര് ലോകത്തൊരു മനുഷ്യർക്ക് അറിയത്തില്ല. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്. ഓമനപ്പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവുണ്ട്. ഓമനപ്പേര് ചൊല്ലി വിളിക്കുന്ന എൻ്റെ ഇടയൻ എൻ്റെ പേരറിയാം. ആൾക്കൂട്ടത്തിനിടയിൽ അവൻ്റെ ശബ്ദം കേൾക്കുക. ഇന്ന് നമ്മൾ ബഹളങ്ങളുടെ ലോകത്താണ്. വി ഹിയർ ലോട്ട് ഓഫ് നോയിസസ്. ശബ്ദങ്ങളുടെ ലോകത്താണ്. ബഹളമാണ്, രാവിലെ മുതൽ ശബ്ദമാണ്. പക്ഷേ ഈ ശബ്ദങ്ങളുടെ മുഖത്ത് നേരത്തെ ഒരു വോയിസ് കേൾക്കണം, അവൻ്റെ ശബ്ദം. ആ വോയിസ് കേൾക്കാൻ വി ഹിയർ ലോട്ട് ഓഫ് നോയിസ്. ദിസ് വേൾഡ് ഈസ് എ വേൾഡ് ഓഫ് നോയിസസ്. ബഹളങ്ങളുടെ ഒരു ലോകമാണ്. പക്ഷെ അതിനകത്ത് വോയിസ് കേൾക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അവൻ്റെ ശബ്ദം കേൾക്കാൻ. അവൻ്റെ വചനമാണ്. എൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കും. ഈ തിരുവചനം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഈ തിരുവചനം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇത് വായിക്കണം മക്കളെ. ഇത് വായിക്കണം, 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 വായിക്കണം. ഇത് കേട്ടോ, വായിക്കണം, 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 വായിക്കണം. അപ്പോൾ ഇത് വായിക്കുമ്പോൾ എന്താ കേൾക്കാം? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. എന്നിട്ട് ആടുകൾക്ക് മുമ്പായിട്ട് അവിടെ നയിക്കുകയാണ്. അവ അന്യ ശബ്ദം എന്ത് ചെയ്യുകയില്ല, കേൾക്കുകയില്ല. അതുകൊണ്ട് ആ ശബ്ദം കേട്ടു പോകുന്ന ഒരു സമൂഹം അവിടെ ഉടലെടുക്കപ്പെടുകയാണ്. അതാണ് പുതിയ നിയമസഭ ഇടയൻ്റെ ചുറ്റും. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. പുതിയ കാഴ്ച കിട്ടിയവർ അവരെ പിന്നെ പഴയ ദേവാലയത്തിൽ കാണത്തില്ല, അവരെ പിന്നെ പഴയ ആരാധനയെ കാണത്തില്ല, അവരെ പിന്നെ പഴയ അവസ്ഥയെ കാണത്തില്ല. അവർ പിന്നെ പുതിയ ഇടയൻ്റെ ചുറ്റുമായിരിക്കും. കരമടിച്ചെന്ന് ദൈവത്തെ സ്തുതിച്ച് കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും. പെന്തക്കോസ്തുകാർ പണവും കൊടുത്ത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. അതിന് മറുപടി ഒരാൾ ഇട്ടിട്ടുണ്ട്. തൻ്റെ വീട്ടിൽ തന്നെ ഒത്തിരി പേര് ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയാ? പണം കൊടുത്തൊന്നും അല്ല. കാഴ്ച കിട്ടിയാൽ പിന്നെ പഴയയിടത്ത് നിൽക്കാനൊക്കത്തില്ല. കാഴ്ച കിട്ടിയാൽ പിന്നെ അവൻ അവിടെ ഇല്ല, അവൻ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്ത് വരും. പുറത്ത് വരുന്നവരെ പിന്നെ അനാഥരാക്കത്തില്ല, അവരെ വഴി സ്വീകരിക്കാൻ കർത്താവ് നിൽക്കും. ഹല്ലേലൂയ. അല്ലേ? യാഹു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരയിൽ, കരങ്ങളടിച്ച്, പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരയിലോ ക്ഷേമമായി പോറ്റും എന്നെയും സ്നേഹമോടെ യേശുനായകൻ. ക്ഷേമമായി പോറ്റും എന്നെയും സ്നേഹമോടെ യേശുനായകൻ. ആമേൻ. യാഹു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ. ഹല്ലേലൂയ. ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ആമേൻ. യാഹു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും. കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും. ശാശ്വത ഭുജങ്ങളിൽ മീതെ നിർഭയത ഞാൻ വസിച്ചിടും. ശാശ്വത ഭുജങ്ങളിൽ മീതെ നിർഭയത ഞാൻ വസിച്ചിടും. യാഹു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ,
ഇല്ലെനിക്കു ഭേദമൊന്നുമേ. ഓ യാഹു നല്ല ഇടയൻ, ഹല്ലേലൂയ. എന്റെ പാലകൻ, ഇല്ലെനിക്കു ഭേദമൊന്നുമേ. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. 9-ാം അധ്യായത്തില് പുതിയ കാഴ്ച കിട്ടിയവർ എവിടുന്ന് പുറത്താക്കപ്പെട്ടു? ദേവാലയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവർ പഴയതിൽ നിന്ന് നിഷ്കാസിതരായി. അവർക്ക് പിന്നെ പഴയടത്ത് നിൽക്കാൻ ഒക്കുവോ? ഇല്ല, പഴയടത്ത് നിൽക്കാൻ ഒക്കില്ല. അവർ പുതിയ ഇടയൻ്റെ അടുത്ത് വന്നു. പുതിയ ഇടയൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പുതിയ ഇടയൻ അവർക്ക് മുമ്പായിട്ട് നടന്നു. അവ ആടുകളെ അനുഗമിച്ചു. പക്ഷേ ഈ പുതിയ ഇടയനൊരു പ്രത്യേകതയുണ്ട്. ജീവൻ നൽകിയും ആടുകളെ രക്ഷിക്കുന്നവനാണ്. കവലുടയന്മാർ ഓടിപ്പോകും, എന്നാൽ നല്ല ഇടയൻ ഓടിപ്പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നല്ല ഇടയനാണ്. എന്നാൽ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം കാണുകയാണ്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും കാര്യം നാം കാണുകയാണ്. അവൻ്റെ സഹോദരൻ ദീനമായി കിടക്കുകയാണ്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു. കർത്താവേ, നിനക്ക് പ്രിയനായവൻ. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട്. ഇവിടെ ഒരു കുടുംബത്തെ കാണുകയാണ്. മാർത്തയും മറിയയും ലാസറും. 3 അംഗ കുടുംബമാണ്. 3 പിള്ളേരാണ്. എന്ത് ഇവിടെ അപ്പനും അമ്മയും? അവിടെ പേരെന്നെ എഴുതാഞ്ഞ്? ഒരു പക്ഷേ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ഒരു വീടായിരിക്കും. അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ഈ വീട്ടിൽ 3 പിള്ളേരിങ്ങനെ ഒന്നിച്ചു പോവുകയാണ്. ചെറിയൊരു കാര്യമല്ല കേട്ടോ. അപ്പനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോയവർക്ക് 3 മക്കൾ. പിന്നെ അവരും 3 മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. അവിടെ ലോകത്ത് അവർ മാത്രമേ ഉള്ളൂ, ഈ 3 പേരാ. അവരുടെ ഏക ആശ്രയം ഒരാണാ. അവനങ്ങ് മരിച്ചുപോയി. പിന്നെ ഈ 2 പെങ്ങന്മാർ മാത്രം. പക്ഷേ ഞാൻ എൻ്റെ ആയുസ്സിൽ ഒത്തിരി ഇടത്ത് കണ്ടിട്ടുണ്ട്. കുടിയരായ ആണുങ്ങളെ കൊണ്ട് ഭാര്യ ഇട്ടേച്ചു പോയി. എൻ്റെ അടുക്കൽ എങ്ങനെ രക്ഷിക്കണമെന്ന് കൊണ്ടുവരുന്ന പെങ്ങന്മാരെ. എന്നും ആങ്ങളമാർക്ക് വേണ്ടി കരയുന്ന പെങ്ങന്മാരുണ്ട്. അവരുടെ ലോകത്ത് വേറെ ആരുമില്ല. ഈ 2 പെങ്ങന്മാരും ഒരു കൂടപ്പുറപ്പും ആങ്ങള മരിച്ചുപോയി. കർത്താവ് അവരെ തേടി വരികയാണ്. ആരുമില്ലാതാകുമ്പോൾ അനാഥരോട് കാരുണ്യം കാണിക്കുന്ന ദൈവമുണ്ട്. ദൈവത്തിന് അനാഥരോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേഗത്തിൽ പോകട്ടെ. അനാഥത്തിൻ്റെ നൊമ്പരം അവിടെ പേറുന്നവരാ കുടുംബം. അവിടേക്ക് കർത്താവ് വരുന്നു. എന്നിട്ട് കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്കിലേക്ക് ചെന്നിട്ട് ലാസറിനെ ഉയർപ്പിക്കുക. അവിടെ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യുകയില്ല? ഒരു നാളും മരിക്കുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവ് അവനെ ഉയർപ്പിക്കുകയാണ്. മരിച്ചവൻ പുറത്തു വന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ, 43-ാം വാക്യം, പുറത്തു വരിക എന്ന് പറഞ്ഞു. അവന് മരിച്ചവൻ എന്ത് ചെയ്തു? പുറത്തു വന്നു. അവിടെ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ 25-ാം വാക്യം. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും എന്ത് ചെയ്യുകയില്ല? മരിക്കുകയില്ല. ഇവിടെ ആ കൂടപ്പുറപ്പിനെ ദൈവം ഉയർപ്പിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സമൂഹം ഒരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിഞ്ഞ ഒരു സമൂഹമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും എന്ത് ചെയ്യുകയില്ല? മരിക്കുകയില്ല. ഹല്ലേലൂയ. പുനരുത്ഥാനത്തിൻ്റെ പ്രതീക്ഷ അവിടെ കൊടുക്കുകയാണ്. നമ്മുടെ പ്രത്യാശ ഈ ലോകത്തെ മാത്രമല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ 14 കർത്താവ് പറയുന്നു, തൻ്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യേശു പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എല്ലാവരും പറഞ്ഞേ, പിതാവിൻ്റെ ഭവനത്തിൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, അല്ലേ? ഞാൻ വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ തോമസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ അതെവിടെയാ, എങ്ങനെ അങ്ങനെ വരിക? അപ്പം ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവൻ. അപ്പം ഈ പുതിയ നിയമ സമൂഹത്തിൻ്റെ പ്രത്യേകത, അവർ പുനരുത്ഥാന സമൂഹമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും എന്ത് ചെയ്യുകയില്ല? മരിക്കുകയില്ല. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അപ്പം നമ്മുടെ പ്രത്യാശ ഈ ആയുസ്സിൽ മാത്രമാണോ?
അല്ല, പുനരുത്ഥാനത്തിൻ്റെ കവാടം അവിടെ തുറക്കപ്പെടുകയാണ്. പുനരുത്ഥാന പ്രതീക്ഷ ഉണ്ടാകുകയാണ്, പ്രത്യാശ ഉണ്ടാകുകയാണ്. നമ്മൾ ഈ ആയുസ്സി മാത്രമല്ല ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് യോഹന്നാൻ 14 കൂട്ടി വായിക്കാം. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ വന്ന് എൻ്റെ അടുക്കൽ എന്ത് ചെയ്തുകൊള്ളും? ചേർത്തുകൊള്ളും. അപ്പം നമ്മൾ ഇവിടെ ജീവിക്കുമ്പം തന്നെ വരാനുള്ള ലോകത്തിലേക്ക് നിക്ഷേപിക്കുന്നവരാണ്. അതുകൊണ്ടാണ് മരണത്തെ ഭയക്കാത്തത്. മരണം മനുഷ്യനെ വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒത്തിരി മരണങ്ങൾ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ, ശ്രദ്ധിക്കണേ മക്കളെ, ഒരമ്മച്ചി മരിക്കുക, ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പം കുഞ്ഞാണ് അവിടെ പോയത്. അപ്പോൾ അമ്മയായി മരിക്കുന്നവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞാനും കൂട്ടത്തിൽ പോയി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ അമ്മച്ചി മരിക്കുന്നില്ല, ഇവർ മരിക്കുന്നില്ല, എല്ലാവരും വന്നിട്ട് ഇവർ മരിച്ചിട്ട് വേണ്ട പോകാൻ, ചാകാതെ കുഴിച്ചിടാനൊക്കെ പോകും. ഇവരെന്ത് ചെയ്താൽ ചാകുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കണ്ണിന് കാഴ്ച കണ്ടു. എൻ്റെ പൊന്നു മക്കളെ, സത്യമായിട്ടും ഇവരുടെ കയ്യിൽ കുറച്ച് പൈസ എടുത്ത് കൊടുത്തു. ഇവർ പൈസ ചുരുട്ടി പിടിച്ചു, ഇവരങ്ങ് ചത്തുപോയി. പൈസ ചുരുട്ടി പിടിച്ച് ചത്തു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, ഇതെന്തിനാ കൊടുത്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇവർക്ക് ഈ പൈസ വലിയ ആർത്തിയായിരുന്നു. അപ്പോൾ അവരുടെ പിടി എവിടെ ആയിരുന്നു? പൈസയില്ല. അവരവസാനം എന്താ പിടിച്ച് ചത്തു? പൈസ പിടിച്ചു. മണ്ണ് മേടിച്ച് കൂട്ടി. എൻ്റെ ഒരു കാർന്നവരുണ്ട്, മണ്ണ് ഇഷ്ടം പോലെ മേടിച്ച് കൂട്ടി, ഒന്നും കളഞ്ഞിട്ട് അവസാനത്തെ മരണവലിയ എന്ത് ചെയ്ത പുള്ളിക്ക് വലി കൂടി കിടന്ന് വലിക്കുമെന്ന് പേടിച്ചപ്പം മോനെ വിളിച്ച് പറഞ്ഞു, ഡാ ഇനിയും വലിക്കുകയാണെങ്കിൽ ഇന്ന തോട്ടത്തിലെ ഇച്ചിരി മണ്ണ് കൊണ്ടുവന്ന് എൻ്റെ അണ്ണാക്കി ഇട്ടേക്കാൻ പറഞ്ഞു. ഞാൻ പൊക്കോളൂ എന്ന് പറഞ്ഞു. ഏതായാലും അതിന് വന്നില്ല, അതിന് മുമ്പ് പോയി. അപ്പം തന്നെ പറഞ്ഞു കൊടുത്തു, മണ്ണ് ഇട്ടേക്കണം, ഞാൻ ചത്തോളും. കാരണം അച്ഛനറിയാം പിടി എവിടാ? മണ്ണേല. മണ്ണേ പിടിയുള്ളവൻ മണ്ണ് കൊടുത്തപ്പോൾ പൈസ പിടിയുള്ളവൻ പൈസ പിടിച്ചു പോയി. വേറൊരു അച്ചായൻ കുടിച്ച് എന്നും വൈകിട്ടടിക്കും. ഇതുപോലെ കിടന്നപ്പം പിള്ളേർ ഇച്ചിരി ഒഴിച്ചു കൊടുത്തു, അച്ചായൻ പോയി. പുള്ളിയുടെ പിടി എത്തലായിരുന്നു, വൈകിട്ട് ഇച്ചിരി കിട്ടാനായിരുന്നു. ഇച്ചിരി കിട്ടിയപ്പം പോയി. ഞാനിങ്ങനെ പലത് കണ്ടു, കിട്ടുന്നവരെ കൊടുക്കുന്നവരെയൊക്കെ കണ്ടു. എൻ്റെ കൂടെ നടന്ന ഒരു മനുഷ്യൻ പിന്മാറ്റത്തിൽ പോയി. നല്ല മനുഷ്യനായിരുന്നു, പിന്മാറ്റത്തിൽ പോയി. ഒടുവിൽ അങ്ങനെ മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി. രാവിലെ കട്ടിക്കീഴെ കയറി പുള്ളി ഇറങ്ങി വരത്തില്ല. അച്ഛാ ബാച്ച പുള്ളി പറയുന്നത്, കറുത്ത കയറുമായിട്ട് ആൾക്കാർ നിൽക്കുക, കെട്ടിക്കൊണ്ട് പോകാനാ എല്ലാവരും വരിക, എന്നെ കെട്ടും കൊണ്ടുപോകരുതെന്ന് പറയുക. കൈയും കൂപ്പി പറയുന്നു കൊണ്ടുപോകരുത്. അച്ഛാ ബാച്ച കെട്ടിക്കൊണ്ട് പോകും, അച്ഛാ ബാച്ച കെട്ടിക്കൊണ്ട് പോകും. ഒടുവിൽ പുള്ളി ഇറങ്ങി നടന്നു പോയി. എല്ലാവരും പറഞ്ഞ് കുടിക്കാൻ പോവുക. ആ പോക്ക് ഒടുക്കത്തെ പോക്കായിരുന്നു. എവിടെയോ വണ്ടി ഇടിച്ച് അവസാനം മെഡിക്കൽ കോളേജ് ചെന്നു. അറിഞ്ഞു കേട്ട് ബോഡി തിരിച്ചറിഞ്ഞു, അടക്കി. എന്നെ വല്ലാതെ അത് നൊമ്പരപ്പെടുത്തി. അവസാനത്തെ കരച്ചിൽ കെട്ടിക്കൊണ്ട് പോകാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു 100 വയസ്സ് മേൽ പ്രായമുള്ളൊരു ഉണ്ണിയപ്പച്ചനുണ്ടായിരുന്നു. ബാംഗ്ലൂർ വെച്ച പൂനായിലാണ് മരിക്കുന്നത്. ഞാനും പോയിരുന്നു. മക്കൾ പറഞ്ഞ സാക്ഷ്യം, അപ്പച്ചൻ ഭയങ്കര സ്തോത്ര അപ്പച്ചനായിരുന്നു. ഏറ്റവും ഒടുവിൽ അന്ന് മരിക്കുന്ന അന്ന് ഒരു കുഴപ്പമില്ല, പൂർണ്ണ ആരോഗ്യവാനാണ്. ആ അപ്പച്ചനെ കുറച്ചാൾക്ക് മുമ്പ് ഞാനും എൻ്റെ അപ്പായും കൂടെ കാണാൻ പോയപ്പോൾ അപ്പച്ചൻ വീട്ടിലില്ല. കുറച്ച് കഴിഞ്ഞപ്പം കയറി വരുന്നു. എവിടെ പോയാൻ ചോദിച്ചാൽ പറഞ്ഞു വോളിബോൾ കളിക്കാൻ പോയാൽ. അപ്പോൾ അപ്പച്ചന് കുഴപ്പമുണ്ടോ? ഇല്ല. ആ അപ്പച്ചൻ ഒരു കുഴപ്പമില്ല. രാവിലെ എഴുന്നേറ്റ് പിള്ളേരെല്ലാം പോയപ്പോൾ അപ്പച്ചൻ എഴുന്നേറ്റ് എണ്ണ നല്ലപോലെ തേച്ച് ചൂടുവെള്ളത്തിൽ നല്ലപോലെ തേച്ച് കുളിച്ചു. മരുമകളോട് പറഞ്ഞ് കഞ്ഞി തരാൻ പറഞ്ഞ് കഞ്ഞി മേടിച്ച് കുടിച്ചു. അലക്കി തേച്ച ഷർട്ടും മുണ്ടുമൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുക. അവരെ നിർബന്ധിച്ച് പോയ പിള്ളേരെ, ജോലിക്ക് പോയവരെ തിരിച്ച് വിളിപ്പിച്ചു. കൊച്ചുമക്കളെല്ലാം തിരിച്ച് വന്നപ്പോൾ അപ്പച്ചൻ കട്ടിലേ കയറി കിടന്നിട്ട് പറഞ്ഞു, വട്ടമൊക്കെ നിന്നേ, എന്നാ അപ്പച്ച, ദൂതന്മാരെല്ലാം വന്ന് അങ്ങ് കൊടുക്കുക, അവർ വിളിക്കുന്നു, നിങ്ങളെ ഒന്ന് കണ്ടിട്ട് വേണം പോകാൻ. എല്ലാവർക്കും കൈയൊക്കെ കൊടുത്ത് ഞെളിഞ്ഞ് ഒരൊറ്റ കിടപ്പും ഒരൊറ്റ പോക്കും. ഇങ്ങനെ പോയത് എന്തുകൊണ്ടെന്നറിയാമോ? പിടി എവിടാ? സ്വർഗത്തിലാണ്. നമ്മൾ ഈ പ്രൈവറ്റ് ബസ്സേ കയറിയിട്ടുണ്ടോ? കൈവക്കിക്ക്. പ്രൈവറ്റ് ബസ്സേ നിന്ന് പോയിട്ടുണ്ടോ? നിന്ന് പോകുമ്പോൾ ഈ നീളം കുറഞ്ഞ അമ്മമാരുണ്ട്. ഇവർ ഈ കൈ സാധനമൊക്കെ ആയിട്ട് ബസ്സേ കയറും. പെൺപിള്ളേർ എഴുന്നേറ്റ് കൊടുക്കുമോ? ഇല്ല. ഇവരെവിടെ പിടിച്ചുകൊണ്ട് നിൽക്കും? സൈഡിൽ പിടിച്ചുകൊണ്ട് നിൽക്കും. വണ്ടി വലത്തോട്ട് എടുക്കുമ്പോൾ അമ്മച്ചി എവിടെ പോകും? വലത്തോട്ട് പോകും. ഇടത്തോട്ട് പോകുമ്പം പോവും. ഇവന്മാരൊറ്റ ചവിട്ടി ചവിട്ടും. ഈ വണ്ടി ഓടിക്കുന്നവർ ചവിട്ടി ചവിട്ടുമ്പോൾ അമ്മച്ചി എവിടെ ചെല്ലും? മുമ്പിൽ ചെല്ലും. കിളി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കിളി അമ്മച്ചിയോട് പറയും, എൻ്റെ പൊന്നമ്മ എവിടെ പിടിക്കുക? മേളിൽ പിടിക്കുക. മേളിൽ പിടിച്ചാലേ മേളിൽ പോകത്തുള്ളൂ. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ പ്രത്യേകത, മണ്ണിൽ നിൽക്കുമ്പോഴും വിണ്ണിപ്പിടിയുള്ളവരാ. മണ്ണിൽ നിൽക്കുമ്പോഴും വിണ്ണിനെ ലാക്കാക്കി ഓടുന്നവരാ. അവർക്കറിയാം എൻ്റെ സാഹസം ഇവിടെയല്ല, എൻ്റെ കർത്താവ് വരും. ഹല്ലേലൂയ. ഈ മൺമയമായതെല്ലാം മാറിപ്പോകും, വിണ്മയമായതിലേക്ക് പ്രവേശിക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് മേളിൽ എന്ത് വേണം?
പിടി വേണം. എൻ്റെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയട്ടെ, മേളിൽ പിടി മാത്രം പോരാ, മേളിൽ ആസ്തി വേണം. മേളിൽ നല്ല ആസ്തി വേണം. ഈ സമൂഹം പുനരുദ്ധാനത്തെ സമൂഹമാണ്. അവർക്കറിയാം ഇവിടുത്തെ ആയുസ് ക്ഷണികമാണ്. പക്ഷേ പുനരുദ്ധാനമുണ്ട്, കർത്താവ് വരും. എനിക്ക് കോവിഡിൻ്റെ സമയത്ത് ഉണ്ടായ വലിയൊരു അനുഭവമുണ്ട്. ഞങ്ങൾ രാത്രി ഒത്തിരി പേര് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അതിനകത്ത് ഒരു പ്രവാചകനുണ്ട്, ഒത്തിരി പേരുണ്ട്, കാനഡയിലുള്ളൊരു പ്രവാചകനാണ്. അപ്പോൾ ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നടന്ന സംഭവം, അദ്ദേഹത്തിന് സീരിയസ് ആണ്, വെന്റിലേറ്ററിലാണ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഈ അച്ചായൻ എന്നോട് പറഞ്ഞു, ആ പുള്ളിയെ നമുക്കൊരു 5 വർഷം കൂടെ ഒന്ന് പിടിച്ചു വെച്ചാലോ എന്ന് ചോദിച്ചു. പുള്ളി ഭയങ്കര ടിപ്പിക്കൽ ഒരു പ്രവാചകനാണ്. ഞാൻ ചോദിച്ചു അതെന്നാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം പോയ ഗതികേട, മേളിൽ ഒരു തൂപ്പ് ജോലി പോലും കിട്ടത്തില്ല, അരിഷ്ടതയാണ്. ഞാൻ ഇയാളെ പഠിച്ചപ്പോൾ ഭയങ്കര കാശുകാരനാണ്. നേരത്തെ ഗേറ്റ് അടയ്ക്കും, ഒരു മനുഷ്യൻ ആ വീട്ടിൽ കയറ്റത്തില്ല, ഒരു ഗുണം ഒരു മനുഷ്യനും ചെയ്യത്തില്ല, എല്ലാത്തിനും കുറ്റം. നമ്മൾ കൺവെൻഷൻ നടത്താമെന്ന് പറയും, പുള്ളി പറയും ഈ പാഴ്ചെലവ് എന്തിന് വടക്കേന്ത്യ കൊടുക്കത്തുമില്ല. എല്ലാത്തിനും മുട്ടാത്തർക്കം പറയുന്നൊരു മനുഷ്യൻ. അയാളെ ഒരിക്കൽ പോലും കാണാത്ത ഒരാൾ പറയുന്നു മേളിലൊന്നുമില്ലെന്ന്. പക്ഷെ കുറേ നാൾ കഴിഞ്ഞൊരു പാവം പിടിച്ച ആളും മരിക്കാറായി. ഞാൻ ആ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേ പ്രവാചകൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പൊക്കോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ? ഇപ്പം ചെന്നാൽ മുഖ്യമന്ത്രി റാങ്കിലാണ് ഇറങ്ങുന്നത്. ദൂതൻ കാറിങ്ങനെ തുറന്ന് പിടിച്ചേക്ക്, അടിപൊളി ആസ്തിയാണ് മേളിൽ നിന്ന് പറഞ്ഞു. എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. ഇവിടെ ആസ്തി ഉള്ളവർക്ക് പലർക്കും മേളിൽ കാണണമെന്നില്ല. എന്നാൽ കർത്താവിന് വേണ്ടി ചെലവായി പോയ ഒത്തിരി പേർക്ക് അറിയാം, മൺമയമായ ഈ ശരീരം കഴിയും, വിണ്ണവ് തുറക്കും, ഞാൻ അവിടത്തോടൊപ്പം നിത്യ യുഗായു. അതാണ് പുനരുദ്ധാന പ്രത്യാശ, അതാണ് ഭാഗ്യകരമായ പ്രത്യാശ, അതാണ് ക്രൈസ്തവ പ്രത്യാശ. ഹല്ലേലൂയ. ഇവിടെ ഇരുന്നുകൊണ്ട് അവിടെ നിക്ഷേപിക്കുന്നവരാണ് വിശ്വാസികൾ. ഇരുകരങ്ങളും ശിരസിന്റെ മുകളിൽ ഉയർത്തി ചേർത്തടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. അവർക്ക് മരണം ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഹൃദയം സന്തോഷമാണ്. ഹല്ലേലൂയ. അവർ മരണപ്പാട്ട് കേട്ടാൽ പേടിക്കത്തില്ല. സ്വോത്രം. ആ പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും ബെസ്റ്റ് ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ഇവിടുത്തെ ജോലി പോയി, നിങ്ങൾ പേടിക്കരുത്, എത്തൊന്നുമില്ല. പെട്ടെന്ന് അങ്ങ് ജോലി പോയി, ടെർമിനേറ്റഡായി, നാട്ടിൽ തിരിച്ചു പോകണം, പിള്ളേരെല്ലാം ഒന്നും എത്തിയിട്ടില്ല. സങ്കടത്തോട് പോകുമോ സന്തോഷത്തോട് പോകുമോ? പറ, സങ്കടത്തോട് പോവോ സന്തോഷത്തോട് പോവോ? ഇവിടെ ഇരുന്നുകൊണ്ട് ചേച്ചി ചുമ്മാതെ എഴുതിയതാ, 6 അങ്ങ് കിട്ടി, പോവാ അമേരിക്കയ്ക്ക്. സങ്കടത്തോട് പോവോ സന്തോഷത്തോട് പോവോ? എന്താ കാര്യം? അല്ല, എന്തിനാ അവിടെ പോയപ്പോൾ ഈ സന്തോഷത്തോട് പോയതേ? എന്തിനാ ഈ നാട്ടിൽ പോയപ്പം സങ്കടത്തോട് പോയത്? കുറച്ചുകൂടെ ബെറ്റർ പ്ലേസിൽ സന്തോഷത്തോടെ പോകത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെക്കാട്ടിലും ബെറ്റർ ഒരു പ്ലേസ് ഉണ്ടെന്നുള്ളൊരു ഓർമ്മ. അതാണ് ക്രിസ്തീയ പ്രത്യാശ, അതാണ് പ്രസംഗിക്കപ്പെടേണ്ടത്. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനം നീക്കുന്നേ, സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനം നീക്കുന്നേ, തുള്ളിക്കളിച്ചെന്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ, തുള്ളിക്കളിച്ചെന്റെ അപ്രത്യാശയുള്ളവരെല്ലാം ചേർന്ന് പാടിക്കേ. രാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ
ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. അപ്പൊ ഈ സമൂഹം പുനരുത്ഥാന സമൂഹമാണ്. അവരുടെ ആസ്തി ഇവിടെയല്ല, അവരുടെ ആസ്തി അവിടെയാണ്. മണ്ണ് ഇരുന്നു കൊണ്ട് ഭിന്നിൽ. അതുകൊണ്ടാണ് കർത്താവ് പറയുക, പുഴുവും തുരുമ്പും കെടുത്തുന്നതും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുന്നതുമായ ഭൂമിയിലല്ല, സ്വർഗത്തിൽ നിക്ഷേപമുള്ളവര്. ഇവിടെ ആസ്തിയുള്ള പലർക്കും മേളിൽ നിക്ഷേപം കാണത്തില്ല. എന്നാൽ ഇവിടെ ആസ്തിയില്ലാത്ത എത്രയോ പേർ ചിരിച്ചുകൊണ്ട് പോകുന്ന എന്തുകൊണ്ടാണെന്നറിയാവോ? എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുക. എല്ലാ വീടുകളിലും കൂലിവേല എടുത്ത് ഒരു ഒരു ലളിതമായ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു അമ്മച്ചി എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ അപ്പച്ചനാണ് അവരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത്. അമ്മച്ചിയുടെ പേരും മറ്റൊന്നായിരുന്നു. വിശ്വാസം വന്നപ്പോൾ സാറാമെന്നാക്കി. എല്ലാ വീട്ടിലും അടുക്കളക്കാരെത്തിയ 4 മണി 5 മണി ആകുമ്പോഴത്തേന് അമ്മച്ചിയുടെ ജോലി 3-4 വീട്ടിൽ പോയി തീർക്കും. എന്നിട്ട് ഒരു പുസ്തകം പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മുക്കി നിന്നുകൊണ്ട് ഒരു പാട്ട് പാടും. എന്നിട്ട് ഉറക്കെ പറയും, ഞാൻ ഈ അമ്മയെ സാറാമ്മച്ചി ആക്കിയ കർത്താവുണ്ട്. ഒരു ചെറിയ സാക്ഷ്യം മുക്കിലെല്ലാം നിന്ന് പറയും. അമ്മച്ചിക്ക് മരിക്കാറായി. ഞങ്ങൾ ചെന്നു. അമ്മച്ചി ഓർമ്മയില്ല, കിടക്കുക, കണ്ണു ഉറക്കുന്നില്ല. മക്കൾ പറയുന്ന കണ്ണു ഉറക്കുന്നില്ല. ഞങ്ങൾ ചെന്നപ്പോൾ അവിടുത്തെ മക്കൾ പറഞ്ഞ് അമ്മച്ചിയുടെ കൂട്ടായ്മക്കാർ താണ്ട് വന്നു. അമ്മച്ചി പെതുക്കെ ഞങ്ങൾ വിളിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു മോൾ ഉറക്കി ഒരു പാട്ട് പാടി, ദൂരവാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയൻ്റെ കൂടെ. എൻ്റെ പോനെ, ഞാൻ ഒരു കാഴ്ച കണ്ടു. അമ്മച്ചി കണ്ണു തുറന്നൊരു ചിരി, ചിരിച്ചിട്ടൊരു കണ്ണട. എനിക്ക് മനസ്സിലായി, കണ്ടു. എന്ത് കണ്ടു? കർത്താവിനെ കണ്ടു. ദൂരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് നിത്യതയെ ലാക്കാക്കി പോകുന്ന ഒരു സമൂഹമാണ് പുതിയ നിയമസഭ. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരും, നമ്മുടെ കർത്താവ് വരും. യുഗങ്ങൾ നമ്മ കർത്താവിനോടൊപ്പം അവിടെ വാഴും. ആ പ്രത്യാശ ഉള്ളവരെല്ലാം ദൈവത്തെ ഒന്നുകൂടെ ഹൃദയം തുറഞ്ഞൊന്ന് സ്തുതിച്ച്, ഓരോ യോഗവും ആ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതാകണോ. ഓരോ യോഗവും ആ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ മേളിലെ ആസ്തിയാണ് അവരുടെ വിഷയം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. വേഗത്തിൽ മുമ്പോട്ട് പോകണമല്ലോ. 13-ാം അധ്യായത്തിൽ 11-ാം അധ്യായത്തിൽ പുനരുദ്ധാനത്തെ സമൂഹമാണ്. അതുതന്നെയാണ് കർത്താവ് 14-ാം അധ്യായത്തിൽ പറയുന്നു, മരണത്തെ തൊട്ടു മുമ്പിൽ കണ്ടുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ, അതുകൊണ്ട് അവിടെ ആസ്തി വേണം. വേണ്ടേ? അവിടെ എന്ത് വേണം? ആസ്തി വേണം. എല്ലാവരും പറഞ്ഞേ, മേളിൽ എന്ത് വേണം? ആസ്തി വേണം. അടുത്തിരിക്കുന്ന അവിടെ കരം പിടിച്ചെന്ന് പറഞ്ഞേ, നല്ല എല്ലാം ചവിട്ടി തള്ളി അങ്ങോട്ട് വിട്ടേക്കാൻ പറ. മക്കളെ, മേളിൽ ആസ്തി വേണം മോനെ, മേളിൽ ആസ്തി വേണം. മേളിൽ ആസ്തി വേണമെങ്കിൽ എന്തോ വേണമെന്നറിയാമോ? ഇവിടെ ചുരുങ്ങണം, അവിടെ ജീവിക്കണം. ഇവിടെ ചുരുങ്ങി അവിടെ ജീവിക്കണം. അപ്പോൾ തോമസ് ചോദിക്കുന്നുണ്ട്, വഴി എങ്ങോട്ടാ? വഴി ഏത് വഴിയാ പോകുന്നത്? കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഞാൻ തന്നെയാണ് വഴി. ഞാനൊരു പിള്ളേർക്ക് വേണ്ടി ഒരു കഥ പറയാം. എൻ്റെ പൊന്നു മക്കളെ, പിള്ളേർക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടി അല്ല. പിള്ളേർക്ക്, നിങ്ങളെല്ലാം നല്ല ഭക്തരും തികഞ്ഞവരും അല്ലേ? ഇവർക്ക് വേണ്ടി. മക്കൾ കേൾക്കണേ, വഴി കേട്ടോ മക്കളെ. നമ്മുടെ ഒരു അച്ചാനുണ്ടായിരുന്നു. അച്ചാൻ്റെ പേര് മത്തായിച്ചെന്ന. ഞാൻ കേട്ട കഥയിൽ മത്തായിച്ചെന്ന പേര്. അടിച്ച് പൊളിച്ച് ജീവിച്ചു. എന്നും വൈകിട്ട് അടിക്കും, സുഖമായിട്ട് അടിക്കും. ഷർട്ട് ഉരി കറക്കിക്കൊണ്ടാണ് റോഡേ പോന്നേ. പുള്ളി പോകുമ്പം പാടുന്നൊരു പാട്ടുണ്ട്, ഇപ്പം പാടണ്ട, കായലരികത്ത് വലയെറിഞ്ഞപ്പം. കേട്ടിട്ടില്ലല്ലേ? കേൾക്കണ്ട, നല്ല കാര്യം. അതൊക്കെ കറക്കി പാടിപ്പോയി അടിച്ച് പൊളിച്ച് മത്തായിച്ചൻ അങ്ങ് ചത്തുപോയി. മത്തായിച്ചൻ ചത്തിട്ട് മേളിച്ചെന്നു. അന്ന് തന്നെ ലാത്തൂരിലൊരു ഭൂകമ്പം ഉണ്ടായി, വേറൊരിടത്തൊരു ഭൂകമ്പം ഉണ്ടായി, ഇന്തോനേഷ്യ സുനാമി ഉണ്ടായി, എല്ലാം ഉണ്ടായി. ഒരു ദിവസമായി പോയി അന്ന് ആ കഥയിൽ. ഒത്തിരി പേര് ഒന്നും ചെയ്യാത്ത എല്ലാവരും കൂടെ മേളിച്ചെന്നു. അപ്പം പത്രോസ് ഇങ്ങനെ ഇരുന്ന് എല്ലാവരെയും കയറ്റി വിട്ടപ്പം അബദ്ധത്തിൽ ഈ മത്തായിയുടെ പേര് ഉള്ള വേറൊരു സ്വർഗത്തിൽ പോകേണ്ട മത്തായി ഉണ്ടായിരുന്നു. ഇയാളെ മേളിൽ കയറ്റി വിട്ടു. കഥയാണ്, കാര്യമല്ല. മത്തായി കയറ്റി വിട്ടു. മത്തായിച്ചൻ സ്വർഗത്തിൽ ചെന്നപ്പോൾ ആകെ ബോറടിച്ചു. എൻ്റെ പൊന്നു പെങ്ങളെ ആകെ ബോറടിച്ചു. കാരണം എന്നാണെന്നറിയാമോ? അബ്രഹാം പിതാവ് അവിടെ ഇരിക്കുന്നു, ഇസാക്ക് പിതാവ് ഇരിക്കുന്നു, എല്ലാവരും കൂടെ പാടിക്കൊണ്ടിരിക്കുക ഹല്ലേലൂയ. പിന്നെ അവർ കുറച്ചു നേരം കഴിയുമ്പോൾ ഹാ 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 ഹല്ലേലൂയ. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ ഹല്ലേലൂയ. പിന്നെ പരിശുദ്ധൻ ഹോളി ഹോളി ഹോളി. പുള്ളിക്ക് ആകെ ബോറടിച്ചു, ആകെ ബോറടിച്ചടാ. ഇച്ചിരി കഴിഞ്ഞപ്പം പുള്ളി നോക്കിയപ്പോൾ ഒരു ചെറിയ കണ്ണാടിക്ക് അപ്പുറത്ത് DJ പാർട്ടി നടക്കുക. അടിപൊളി DJ ഡാൻസ്. എന്നോ DJ ഡാൻസ് എന്ന് പറഞ്ഞാൽ അടിച്ച് തകർക്കുകയാണ്. നല്ല സുന്ദരി പെൺപിള്ളേർ നല്ല താളികത്തിൽ
നല്ല സ്കോച്ച് സാധനം ഇങ്ങനെ നൊരയ്ക്കുകയാണ്. വിലയുള്ള സാധനം, അല്ലാതെ നാട്ടിലെ വാറ്റുന്നതല്ല, ഉഗ്രൻ സാധനം, വിലയുള്ള സാധനം ഇങ്ങനെ നൊരച്ച് പൊന്തുക. പുള്ളി പത്രോസിനോട് ചോദിച്ചു, അതെന്താന്ന് ചോദിച്ചു. നരകമെന്ന് പറഞ്ഞു. അതാണ് നരകം. എൻ്റെ പൊന്ന് പത്രോസ് അപ്പോസ്തല, അബദ്ധം പറ്റി ഇവിടെ വന്ന ബോറ, എനിക്ക് പറ്റിയത് അതാ, എന്നെ അങ്ങോട്ട് വിട്ടേക്കാം. പത്രോസ് ഓർത്ത് വലിയ കാര്യം ഇല്ല, വഴിതെറ്റി കയറി വന്നതല്ലേ. പുള്ളി അവിടെ വിട്ടു. പുള്ളി ഗ്ലാസ് അങ്ങോട്ട് എടുത്ത് DJ പാട്ട് പാടി നല്ല ഡാൻസ് ചെയ്ത് അങ്ങോട്ട് നടന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, വഴി അങ്ങ് തെന്നിപ്പോയി. തെന്ന് വീണത് തീക്കകത്തോട്ടാണ്. തീക്കകത്ത് വീണപ്പം പുള്ളി അവിടെ നിന്ന് ദൂതനോട് ചോദിച്ചു, ഇതെവിടെ ഈ സ്ഥലം? ഇതാണ് നരകം. അപ്പോൾ ആ കണ്ടതോ നരകത്തിൻ്റെ റിസപ്ഷനാണ്. നരകത്തിൻ്റെ റിസപ്ഷനാണ് മക്കളെ. ഇതാണ് ലോകം, നരകമാണ്, അടിച്ച് പൊളിക്കാം. പക്ഷേ ഈ മറ്റേ വഴിയുണ്ടല്ലോ, ഏത് വഴി? ആ വഴി ഇടുക്കമാ. അവിടെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാൻ ഒക്കത്തില്ല. ഒക്കത്തില്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ കുടിക്കാൻ ഒക്കത്തില്ല. ഇഷ്ടമുള്ളത് കാണാൻ ഒക്കത്തില്ല. ഇടുക്കോ ഞെരുക്കോ. പക്ഷേ ഇടുക്കോ ഞെരുക്കോ ഉള്ള വഴിയെ ചെല്ലുന്ന സ്ഥലമുണ്ടല്ലോ, വിശാലപ്പെട്ട ഒരു സ്ഥലമാണ്.